നമുക്ക് വെൽക്കം ചെയ്യാം മെറീന മൈക്കിൾ. സൂപ്പർ മോഡൽ എന്ന് പറയുന്നത് അമൃതാനന്ദമയിന്റെ ഒരു ചാനലിൽ പെട്ടെന്നൊരു മോഡലിംഗ് പരിപാടി വരുമ്പോ ഒരു പോയിന്റ് ഓഫ് ടൈമിൽ പിന്നെ അത് കാണിച്ചിട്ടില്ല, ചാനലിലൊന്നും പിന്നെ ഉണ്ടായിട്ടില്ല ആ സാധനം. കാരണം വെച്ചാൽ കാരണം അത് ഭയങ്കര ഭക്തി റിലേറ്റഡ് ആയിട്ടുള്ള കുറെ പ്രോഗ്രാംസ് ഒക്കെ ഉള്ള ഒരു പ്രോഗ്രാമില് രാവിലെ മുതൽ ഇത്ര സമയം വരെ ഭക്തിയും വൈകുന്നേരം ഞങ്ങളെ ഷോ എന്ന് പറയുമ്പോൾ എന്തോ ഒരു മിസ്മാച്ച് പോലെ. നിങ്ങൾ ആരായിട്ടാ? എനിക്കറിയില്ല ഞാൻ ആരാ? എടോ എനിക്ക് പേടിയാവും, ഈ CID-കളൊക്കെ ഉണ്ടാവൂലേ കംപ്ലീറ്റ് നമ്മളെ. ഒരു പാട്ടും പറയുന്നത് കേൾക്കാം. ഇപ്പോഴോ? ഇപ്പൊ തന്നെ കേൾക്കണം. മുത്തുമഴ എങ്ക് കൊട്ടിത്തീരാതു. അപ്പൊ ഞാൻ എപ്പോഴും പറയും എനിക്ക് റിലേഷൻഷിപ്പ് ചില സമയത്ത് വർക്കൗട്ട് ആവാത്തത്. ഇപ്പൊ ശരിക്കും റിലേഷൻഷിപ്പ് ഉണ്ടോ? 8-9 വർഷത്തിനുള്ള ഒരു പാർട്ട്ണറിന്റെ കൂടെ ഞാൻ വഴക്കുകൾ അധികം വിട്ടിട്ടില്ല. മേ ബി ഒരു 1-2-3 തവണ അങ്ങനെ. നമ്മൾ ഈ നാട്ടിൽ വഴക്കിട്ടല്ല നിങ്ങൾ പിരിയുന്നത്. അപ്പൊ എങ്ങനെയാ അവ ജീവിതത്തിൽ ആരോടും ദേഷ്യം പിടിക്കാത്ത ക്യാരക്ടറാ? ആരോട് ഇതുവരെ ഇല്ല. എന്തായാലും കാലത്തിന്റെ ഒരു നമ്മളിപ്പോൾ ആരോടെങ്കിലും സംസാരിച്ചാൽ പൊതുവേ നമ്മൾ ഇപ്പോൾ ഞാൻ പോകുന്ന സ്ഥലത്ത് അല്ലെങ്കിൽ ഞാൻ ഏതെങ്കിലും ഒരു ആൺകുട്ടിയോട് സംസാരിച്ചാൽ നമ്മളൊരു മോശം വ്യക്തിയാണ് എന്ന് പറയുന്ന ടൈമായിരുന്നു അത്. അത് ഈവൺ ഞാൻ പഠിച്ച എൻ്റെ സ്കൂളിൽ പോലും അങ്ങനെയായിരുന്നു. ഇപ്പം ഞാൻ നാട്ടിൽ പോകുമ്പോൾ എല്ലാവരും ജനറലി സ്നേഹം കൊണ്ടും ചോദിക്കുന്ന ആൾക്കാരുണ്ട്, ബോധമില്ലാതെയും ചോദിക്കുന്ന ആൾക്കാരുണ്ട്. ഞാൻ ചിരിച്ചിട്ട് പറയും അങ്ങനെയൊക്കെ ചോദിക്കാൻ പറ്റുമോ? നിങ്ങളിപ്പോൾ ചോദിച്ച കാര്യം ഞാൻ അങ്ങോട്ട് ചോദിച്ചാൽ എനിക്ക് എന്ത് ബുദ്ധിമുട്ടായിരിക്കും. നല്ല രീതിയിൽ പെരുമാറാനേ ശ്രമിച്ചിട്ടുള്ളൂ. പിന്നെ കുറെ ആൾക്കാരോട് ഞാൻ സംസാരിക്കാതെ ഇരിക്കുന്നത് അവർ അത്രത്തോളം ബുദ്ധിമുട്ട് എനിക്ക് നൽകിയതുകൊണ്ടായിരിക്കണം. അതായത് മെറീനന്റെ പപ്പയും എൻ്റെ പപ്പയും കൂടി ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അന്ന് KSRTC ബസ്സിന്റെ പുറകില് മെറീനന്റെ നായകനെയും വലിയൊരു ഫോട്ടോ വെച്ചൊരു പരസ്യം ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് മൈക്കിളേട്ടൻ പോയിട്ട് അത് നോക്കി ഇങ്ങനെ നിന്നിട്ട് പറയാണ്, ഇപ്പൊ പുള്ളി ജീവിച്ചിരിപ്പില്ല, ഒരു 4 വർഷമായി, 4ാമത്തെ വർഷമായിട്ട് ആളില്ല. പക്ഷെ ആള് വലിയൊരു കാര്യം ചെയ്തിട്ടാണ് എന്താ പറയാ വിട്ടു പോകുന്നത്. നമുക്കൊരു പോയിന്റിൽ തോന്നും നമ്മൾ ചെയ്യണത് ശരിയാണോ, നമുക്കൊരു പോയിന്റിൽ തോന്നും ഇത് ഇദ്ദേഹത്തിൻ്റെ ഒരു ആഗ്രഹം കൂടിയല്ലേ, അപ്പം നമ്മളത് മരിച്ചു കഴിയുമ്പോൾ നമ്മളത് ചെയ്യാനുള്ള ഒരു റെസ്പോൺസിബിലിറ്റി നമുക്കില്ലേന്ന്. 2010 മുതൽ തിരുവണ്ണൂരുള്ള കുറേ ആൾക്കാരുടെ ബോഡി ഫ്രീസർ റെഡിയാക്കിയിട്ട് അതിലേക്ക് ഫ്രീസ് ചെയ്തു ബോഡി. എന്നിട്ട് ഇത്ര ടൈമിനുള്ളിൽ കൊടുക്കണമെന്നുണ്ട്. ജസ്റ്റ് ആംബുലൻസ് അറേഞ്ച് ചെയ്തു, അവിടെ കൊടുത്തു, തിരിച്ചു വന്നു, അങ്ങനെയുള്ളൂ. പക്ഷെ ഞാൻ ആലോചിച്ചത് ഞാനൊരു സിനിമയിൽ അഭിനയിക്കുന്ന ആളാണ്. അപ്പം എൻ്റെ ബോഡി ഞാൻ കൊടുക്കുന്ന സമയത്ത് എനിക്കറിയില്ല ആളുകൾ അതിനെ എങ്ങനെ കാണും എന്നുള്ളത്. ഹലോ, വെൽക്കം ടു ഗാലറി വിഷൻ മീഡിയ. ഞാൻ നൈനിഷ. ഇന്ന് എൻ്റെ കൂടെ ഉള്ളത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള, മീൻസ് നമ്മൾ പറയില്ല ആത്മാർത്ഥമായിട്ടുള്ളൊരു ഇഷ്ടം എന്നൊക്കെ, അങ്ങനെയുള്ളൊരു ഗസ്റ്റാണ് എൻ്റെ കൂടെ ഉള്ളത്. കാര്യം എൻ്റെ നാട്ടുകാരിയാണ്, എൻ്റെ വീടിൻ്റെ തൊട്ടടുത്താണ് ആളുടെ വീട്. ആളുടെ ഫാമിലിക്ക് ആയിട്ട് എനിക്ക് നല്ല കണക്ഷനാണ്. പക്ഷെ ആൾക്ക് എന്നെ അറിയില്ലായിരുന്നു, അതാണ് ഏറ്റവും വലിയ ട്വിസ്റ്റ്. നമുക്ക് വെൽക്കം ചെയ്യാം മെറീന മൈക്കിൾ. താങ്ക് യു സോ മച്ച്. ആൾക്ക് എന്നെ അറിയില്ല എന്ന് പറയുന്നത് ഓഫ്കോഴ്സ് എനിക്ക് പരിചയമുണ്ട്, കാരണം നമ്മളെല്ലാം മീഡിയ റിലേറ്റഡ് നാട്ടുകാരിയാണെന്ന് എനിക്ക് അറിയില്ല. പുതിയ അറിവാണ്. അതെ, മെറീന മൈക്കിൾ തന്നെ ഞാൻ പറയൂ. കാരണം മൈക്കിളേട്ടൻ എനിക്ക് അത്രമാത്രം പ്രിയപ്പെട്ട ഒരാളായിരുന്നു. ഭയങ്കര കലാകാരനാണ്, മെറീനേക്കാൾ കലാകാരനെന്ന് ഞാൻ വേണമെങ്കിൽ പറയും. അത് ഞാനും പറയും. അത്ര അടിപൊളിയായിട്ടുള്ള ഒരു ആർട്ടിസ്റ്റ് ആണ് മൈക്കിളേട്ടൻ. അപ്പൊ മൈക്കിളേട്ടന്റെ മോളെ എനിക്ക് ഇങ്ങനെ ഒരു ഇന്റർവ്യൂ ചെയ്യാൻ പറ്റിയതിൽ എനിക്ക് ഭയങ്കര മെറീന അന്നേ സ്റ്റാർ ആട്ടോ. ഞങ്ങളുടെ നാട്ടില് ഭയങ്കര സ്റ്റാറാ. കാരണം എനിക്ക് തോന്നുന്നു ഒരു 10-12 ഒരു 13 കൊല്ലം പിന്നോട്ടേക്ക് പോവാണെങ്കിൽ നമ്മൾ അധിക പേരും ഈ ഒരു ഫീൽഡിലേക്ക് വരാനൊക്കെ മടിക്കുന്ന സമയത്ത് പുള്ളി ഒറ്റയ്ക്ക് ഒരു സപ്പോർട്ടും ഇല്ലാതെ വന്നെന്ന് തന്നെ ഞാൻ പറയും. അങ്ങനെ കേറി ഇറങ്ങി വന്ന ഒരാളാണ്. ശരിക്കും എങ്ങനെയായിരുന്നു മെറീന മൈക്കിൾ ആ ഒരു ജേണി? ഭയങ്കര നല്ലായിരുന്നു. കാരണം സപ്പോർട്ട് ഇല്ല എന്ന് പറയില്ല, ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്ത ആളെ നേരിട്ട് നിനക്ക് പരിചയമുണ്ടല്ലോ. അങ്ങനല്ല ഞാൻ പറയാണ് വെച്ചാൽ നമ്മളെപ്പോഴും നമുക്ക് സപ്പോർട്ട് ഇല്ലാണ്ട് ഒരിക്കലും നമുക്കൊരു കാര്യവും ചെയ്യാൻ പറ്റില്ല. അതിപ്പോ ചിലപ്പോൾ ഫാമിലി ഇല്ലെങ്കിൽ ചിലപ്പോൾ നമുക്ക് ഫ്രണ്ട്സ് ഉണ്ടാവും. ഇനി അതൊന്നും ഇല്ലെങ്കിൽ ചിലപ്പോൾ നമ്മുടെ ഓഫീസിൽ ആരെങ്കിലും ഒരാളുണ്ടാവും, നമ്മളെ ഒരു സ്ഥലത്ത് വർക്ക് ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ നല്ല സുഹൃത്തുക്കളുണ്ടാവും. അപ്പൊ എന്നെ സംബന്ധിച്ച് എന്റെ ഫാമിലി ഭയങ്കര സപ്പോർട്ടാണ്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ആ നാട്ടിൽ ഇങ്ങനെ തെറിച്ച് നടന്നെന്ന് പറയില്ലേ, ഭയങ്കര ഫ്രീ ആയിട്ട് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം ഫസ്റ്റ് നിനക്ക് പരിചയമുള്ള
മൈക്കിളേട്ടനാണ് എന്റെ ആദ്യത്തെ മോറൽ സപ്പോർട്ട്. ഞാനിപ്പോ മെറീനയുടെ അടുത്ത് ഒരു കാര്യം ഷെയർ ചെയ്യായിരുന്നു. ഒരു 13 വർഷം മുമ്പ് ഞാൻ പറഞ്ഞില്ലേ ഇങ്ങനെ ഒരു ഫീൽഡിലേക്ക് ഒന്നും ആരും വരാത്തൊരു സമയത്ത് മെറീനയാണ് അന്ന് നമ്മുടെ അവിടുത്തെ സ്റ്റാർ. അന്ന് എനിക്ക് തോന്നുന്നു സിനിമയിലൊന്നും ആളെത്തിയില്ല, മോഡലിംഗ് അങ്ങനെ ആയിട്ടുള്ള ഒരു സമയമാണ് അന്ന്. ഒരു 13 വർഷം എന്ന് പറയുന്നത് ഇന്നത്തെ പോലെയൊന്നും അല്ല. ഇന്നിപ്പോ നമ്മളെല്ലാവരും ലിപ്സ്റ്റിക് ഒക്കെ ഭയങ്കര അടിപൊളിയായിട്ടോ കട്ടിയിൽ, അന്നൊന്നും അങ്ങനെ പെട്ടെന്നാണ് ഇതൊക്കെ ചെയ്യുന്നത്. അങ്ങനെ ഞാനൊരു ദിവസം നമ്മളൊരു പമ്പിൽ നിൽക്കുന്ന സമയത്ത് പെട്രോൾ പമ്പിൽ നിൽക്കുമ്പോ എല്ലാരും ഇങ്ങനെ നോക്കുകയാണ്. എല്ലാവരുടെ വിഷയം അങ്ങനെ പോകുന്നു. അപ്പൊ ഞാനും നോക്കിയപ്പോ മെറീന, അതായത് അന്നേ ആള് വലിയൊരു കമ്മലൊക്കെ ഇട്ട് സ്ലീവ്ലെസ് ഒക്കെ ഇട്ട് ഒരു ട്രോളി വലിച്ചു കൊണ്ടിരുന്ന സൗണ്ട്. ഇത് നിങ്ങൾ എഡിറ്റ് ചെയ്യുമ്പോൾ മറ്റേ ഇതിടണേ ഓഡിയോ. സുമതി എന്ന് പറഞ്ഞാൽ എല്ലാരും അറിയാന്ന് പറഞ്ഞ ഒരു സാധനം ഉണ്ട്. വലിച്ചു കൊണ്ടുവരാ എല്ലാവരും ആളെ നോക്കുന്നത്. കാരണം മെറീനയുടെ ഒരു ലുക്ക് അന്നേ ഇങ്ങനെയാ, കുറച്ച് മെലിഞ്ഞിരിക്കുന്നത്, നന്നായി മെലിഞ്ഞിരിക്കുന്നു. പക്ഷെ മുടിയൊക്കെ ഇങ്ങനെ തന്നെയാ, വലിയ കമ്മലൊക്കെ ഇട്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. നാടിന് ചേരാത്ത പോലെ. അതാണ് പെട്രോൾ പമ്പിൽ കുറെ ആൾക്കാരുണ്ട് ഈ വലിക്കുന്ന സൗണ്ടും ഈ ട്രോളി ബാഗ് വലിച്ചു വരുന്ന സൗണ്ടും. അപ്പൊ നമ്മളിങ്ങനെ നോക്കും, ഐ ഡോണ്ട് കെയർ ആറ്റിറ്റ്യൂഡും എല്ലാം കൂടെ. ഒരു ചിരിയൊന്നുമില്ല, ആരെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും നോക്കുന്നില്ല. എല്ലാരും മെറീനെ നോക്കുന്നുണ്ട്. ആ ഒരു മുടീന്റെ സ്റ്റൈലൊക്കെ അന്നേ ഇങ്ങനെ തന്നെയാ, ഈ മുടി തന്നെയാണ് അന്നും. അപ്പൊ എനിക്ക് ആ വിഷ്വൽ ഇന്നും എന്റെ ഓർമ്മയിലുണ്ട്. ഒരു സ്ലീവ്ലെസ് പോലത്തെ ഡ്രസ്സ്, ഒരു മഞ്ഞ ടോപ്പ് ആണെന്നത് എനിക്ക് തോന്നുന്നത്. ഒരു ട്രോളി മേടിച്ച് ഭയങ്കര സ്പീഡിൽ നടക്കുക എല്ലാരും. അപ്പൊ എനിക്ക് മനസ്സിലായി മൈക്കിളേട്ടന്റെ മോളല്ലേ എന്നുള്ളത് എനിക്ക് അന്നേ മനസ്സിലായി. അന്നേ ഭയങ്കര ധൈര്യമുള്ള ഒരു ആളായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ധൈര്യം ഉണ്ട്, ധൈര്യത്തിന് കുറവില്ല. പക്ഷെ ഞാൻ എപ്പോഴും ഇങ്ങനെ ആലോചിക്കായിരുന്നു, നമ്മൾ ഭയങ്കര സീരിയസ് ആയിട്ട് ആരും മുഖത്തൊക്കെ നടക്കണം. അപ്പൊ നമുക്കൊരു കള്ളത്തരില്ലാത്ത പോലെയല്ലേ. പിന്നെ അതുമല്ല നമ്മളിപ്പോ ആരോടെങ്കിലും സംസാരിച്ചാൽ പൊതുവേ നമ്മൾ ഇപ്പൊ ഞാൻ പോകുന്ന സ്ഥലത്ത് അല്ലെങ്കിൽ ഞാൻ ഏതെങ്കിലും ഒരു ആൺകുട്ടിയോട് സംസാരിച്ചാൽ നമ്മളൊരു മോശം വ്യക്തിയാണ് എന്ന് പറയുന്ന ടൈമായിരുന്നു അത്. അത് ഈവൻ ഞാൻ പഠിച്ച എന്റെ സ്കൂളിൽ പോലും അങ്ങനെയായിരുന്നു. ഞങ്ങക്ക് ഗേൾസ് സ്കൂളാണ്. അപ്പൊ ആൺകുട്ടികളോട് സംസാരിക്കാനേ പാടില്ല. പ്രൊവിഡൻസിലായിരുന്നു. അതെ, പ്രൊവിഡൻസിലായിരുന്നു. ഞാൻ പ്രൊവിഡൻസ് പ്രൊഡക്റ്റ് ആണ്. അപ്പൊ ആ സ്കൂളിന്റെ ഒരു നിയമവും രീതികളും അങ്ങനെയാണ്. ഞാൻ മുമ്പ് സപ്പോർട്ട് ഇല്ല എന്ന് പറഞ്ഞതിന്റെ ഒരു റീസൺ എന്താന്ന് വെച്ചാൽ എനിക്ക് മെറീനെ ഡയറക്റ്റ് അറിയില്ലായിരുന്നു. പക്ഷെ ഞാൻ മെറീനെ പറ്റി കേൾക്കുന്നതൊക്കെ നെഗറ്റീവ്സ് ആയിരുന്നെന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ അവിടെയൊക്കെ മാറി മറിഞ്ഞ മെറീന ഇപ്പൊ എന്ന് പറഞ്ഞാൽ മെറീന നമ്മുടെ മോളാ. അതായത് ആ ഒരു അതവിടെ കോഴിക്കോട് കനിയിലെ ഉണ്ണിയാ. ഇല്ല, ഞാൻ എല്ലാരോടും അയ്യോ പറഞ്ഞു വേറെ സീന്. ഞാൻ എല്ലാരോടും ഭയങ്കര നല്ല രീതിയിൽ പെരുമാറാനേ ശ്രമിച്ചിട്ടുള്ളൂ. പിന്നെ കുറെ ആൾക്കാരോട് ഞാൻ സംസാരിക്കാതിരിക്കുന്നത് അവർ അത്രത്തോളം ബുദ്ധിമുട്ട് എനിക്ക് നൽകിയത് കൊണ്ടായിരിക്കണം. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, നമ്മളുമായിട്ട് റിലേറ്റഡ് അല്ലാത്ത ആൾക്കാരാണ് അത് കൂടുതൽ സംസാരിക്കുന്നത്. പിന്നെ ചില ഇപ്പൊ നാട്ടിലുള്ള കുറെ നന്നായിട്ട് നിൽക്കുന്ന ആളുകളുണ്ട് ഞാനായിട്ട്. പ്രത്യേകിച്ച് പപ്പേന്റെ കുറെ നല്ല സുഹൃത്തുക്കള്, പിന്നെ കുറെ വയസ്സായിട്ടുള്ള അമ്മമാര്, എന്തോ വയസ്സായ ആൾക്കാർക്ക് എന്നോട് പ്രത്യേകിച്ച് അമ്മമ്മ ഏജിലൊക്കെ ഉള്ള ആൾക്കാർക്ക് കുറെ പേര് ഇങ്ങനെ ഭയങ്കര സ്നേഹം കാണിക്കും. പിന്നെ വേറെ കാറ്റഗറി ഓഫ് ആൾക്കാർ അവർക്കത് അത്രയും മാറി ചിന്തിക്കാനുള്ള ഒരു എന്താ പറയാ സാഹചര്യം ഇല്ലാത്ത ആൾക്കാരാ. കാരണം എല്ലായ്പ്പോഴും കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് ഒരു രീതിയിലായിരിക്കുമല്ലോ. നമ്മളിപ്പോ ജനിക്കുന്നു, ഇന്ന ടൈമിൽ വരെ പഠിക്കുന്നു, ഇത്ര വയസ്സ് കല്യാണം കഴിക്കണം, കല്യാണം കഴിച്ചാൽ കുട്ടി ഉണ്ടാവണം, കുട്ടി ഉണ്ടായ കുട്ടികളെ നോക്കണം. ഇതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ചിന്തിക്കുമ്പോൾ നമ്മള് വേറെ എന്തോ ഒന്നായി. അപ്പൊ അത് ആ സിസ്റ്റം ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത കുറെ ആൾക്കാരുണ്ടാവും. കാരണം അവരും ആ സിസ്റ്റത്തിലാണ്. അപ്പൊ അങ്ങനെയുള്ള ആളുകൾ പറയുമ്പോ ഞാൻ ബോധർ ചെയ്യാറില്ല. പിന്നെ പ്രത്യേകിച്ച് അത് എന്റെ വീട്ടിലൊരു വിഷയമല്ല. ഇപ്പോ താങ്കളൊരു മോഡേൺ ഡ്രസ് ഇട്ട് വരുമ്പോ അത് നാട്ടുകാർക്ക് ഒരു പ്രശ്നമായിട്ട് അത് വീട് വരെ എത്തണ്ടേ ആ ടോപ്പിക്ക്. ചിലപ്പോ പപ്പയ്ക്ക് അറിയുന്നുണ്ടാവുമായിരിക്കും, പക്ഷെ അത് വീട്ടിലേക്ക് എത്തൂല. അപ്പന് ഞാൻ ഫ്രീ അല്ലേ. ശരിക്കും പപ്പേനെ ഞാൻ പറഞ്ഞല്ലോ, പപ്പ അത്രയ്ക്ക് സംസാരിക്കാത്ത ഒരു പേഴ്സൺ. എന്റെ അടുത്ത് നന്നായിട്ട് സംസാരിക്കും. അതെനിക്ക് അത്ഭുതമാണ്. കാരണം എന്താ പറയാ, ഞാൻ എപ്പോഴും പറയും മറിയം വഴി ഔസേപ്പിലേക്കാന്ന്. എനിക്കിപ്പോ ഒരു പെണ്ണ് വേണമെങ്കിൽ ഞാൻ അമ്മേനോട് പറയും, അമ്മ പപ്പേനോട് പറയും. ഇല്ലാന്നാണെങ്കിൽ അത് പപ്പ അമ്മേനോട് പറയും, അമ്മ എന്നോട് പറയായിരുന്നു. എനിക്ക് എന്റെ ഒരു ഹാർമോണിയം പഠിപ്പിക്കാൻ വന്നിരുന്നു എന്നെ കഥാപ്രസംഗത്തിന്. ലാസ്റ്റ് വെറുത്ത പോയെ. കാരണം ഞാൻ പറയുമ്പോ ഒന്നും പഠിപ്പിച്ചിട്ട് അങ്ങനെ പറയുന്നില്ല, പറഞ്ഞില്ല. പക്ഷെ പുള്ളിയുടെ മനസ്സതായിരുന്നു എനിക്ക് മനസ്സിലായി. ആ മുഖത്തതുണ്ടായിരുന്നു എന്നാണോ പറഞ്ഞു തരും. ഞാൻ വീണ്ടും പിന്നെ വിളിച്ചിട്ട് വന്നില്ല, പിന്നെ പണി ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ എനിക്ക് ഉറപ്പായി
എന്തായിരുന്നു നമുക്ക് ചോദിക്കാറുണ്ട് ക്രൂര കൃത്യം പുളി കാണിച്ചു കാണിച്ചു തന്നേനെ. നന്നായിട്ട് പാടുമായിരുന്നു അച്ഛൻ, അതുപോലെ തന്നെ മകളും നന്നായി പാടുന്നു. ഞാൻ പറഞ്ഞില്ല നേരത്തെ, നല്ല ഗായകന്റെ ഉടായ്പ ഗായകൻ എന്ന് പറയില്ല, അതുപോലത്തെ സാധനമാണ് ഞാൻ. നല്ലൊരു പാട്ടും പറയുന്നത് കേൾക്കാം. ഇപ്പോഴോ? ഇപ്പൊ തന്നെ കേൾക്കണം, പെട്ടെന്ന് കേൾക്കാതെ. കഥാപ്രസംഗം മാത്രമല്ലോ പാട്ടും ഉണ്ടാവുമല്ലോ. അത് ഇടയിലല്ലേ, അതിൽ ഞാൻ കുറവായിരുന്നു. പാട്ടല്ല, കഥയാ. കഥ നമുക്ക് രണ്ടും കൂടെ കമ്പൈൻ ചെയ്തൊരു ആർട്ട് ഫോം. അതെ, ഞാൻ കഥ പറയും, പാടുക. അത് നല്ലതല്ലേ? ആരെങ്കിലും ഈ കുട്ടിയുടെ കഥാപ്രസംഗം കണ്ടുണ്ടോ? മതിയായിരിക്കും. എന്നോട് പറഞ്ഞ നാട്ടിലേക്ക് തിരിച്ചു പോയിക്കോ, ഇനി ഇങ്ങോട്ട് അടുത്ത പ്രാവശ്യം വരരുതെന്ന് പറഞ്ഞിരിക്കുന്നത്. ആണോ? എന്നാ പിന്നെ നമുക്കത് കേട്ടിട്ട്. പാട്ട് ഇങ്ങനെ ഞാൻ പപ്പയുടെ കൂടെ, പപ്പയ്ക്ക് ഇങ്ങനെ ഒരു ഓർക്കസ്ട്ര ടീം പോലെയൊക്കെ ഉണ്ടായിരുന്നു, ബാബുരാജ് മാഷിന്റെ പാട്ടുകളൊക്കെ പാടുന്നത്. അപ്പൊ എല്ലാം പപ്പന്റെ പ്രായമുള്ള ആൾക്കാരാ. ഇവരിന്നെ അവിടെ കൊണ്ടിരുത്തും, എന്തിനാന്ന് വെച്ചാൽ എനിക്ക് അറിഞ്ഞൂടാ, പക്ഷെ നന്നായിട്ട് പാടുന്ന ടീം. അപ്പൊ അങ്ങനത്തെ പാട്ടുകളോടാണ് കൂടുതൽ എനിക്ക് ഇഷ്ടം. പിന്നെ ഇപ്പൊ മറ്റേ കുറച്ചുകൂടെ കോളേജ് പരിപാടികളൊക്കെ വരുമ്പോൾ കുറച്ച് മോഡേൺ പരിപാടികളിലൊക്കെയാ പോണത്. പക്ഷെ ഞാൻ നല്ല സിംഗർ ആണെന്ന് ചോദിച്ചാൽ എനിക്ക് അറിയില്ല. പാടും ഞാൻ കേട്ടിട്ടുണ്ട്. പാടും കഴിയണാവോ പാടാം, നമുക്കത് ഒരു കൊട്ടിക്കലാശം പോലെ. ഞാൻ പാടില്ല കേട്ടോ, എന്തിനാ ഇത്ര നന്നായിട്ട് പാടും? അല്ല അതാണ്, പക്ഷെ ഞാൻ വിചാരിച്ച ആദ്യം തുടങ്ങണ്ട, അവസാനം ആകുമ്പോഴത്തേക്ക് നമുക്ക് പാടാം. ഓക്കെ, അവസാനത്തേക്ക് ഇടാം. ഓക്കെ, ഇപ്പൊ ശരിക്കും ഞാനൊക്കെ മെറീനന് ഫസ്റ്റിലെ ഭയങ്കരമായിട്ട്, അത് ഞങ്ങള് എന്റെ വീട്ടിന്റെ അടുത്തുള്ള കുറെ പേരായിട്ട് ഒരു സിനിമ കാണാൻ പോയി. അത് അമർ അക്ബർ അന്തോണിയാണ്. അന്തോണിയാണോ ആന്റണിയാണോ അങ്ങനെ പറയാല്ലേ? മലയാളത്തിൽ പറയുമ്പോ അന്തോണി, ഇംഗ്ലീഷ് പറയുമ്പോ ആന്റണി. ഓക്കെ, ഞാൻ മലയാളി, ഒരാളെ എനിക്ക് അറിയൂ. ഓക്കെ, ആ സമയത്ത് ഞങ്ങൾ അവിടെ ഉള്ള എല്ലാരും കൂടിയായിട്ടാ പോയത്. അപ്പൊ അതില് മെറീന വരുന്ന ഒട്ടും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല. അപ്പൊ പെട്ടെന്നാണ് ഏഞ്ചൽ, വളരെ സെക്കൻഡ് ഉള്ളൂ. ആ വന്നപ്പോ ഇതാ മറ്റേ മെറീനല്ലേ, അതായത് ഞങ്ങളുടെ കൂടെ ഉള്ള എല്ലാരും പറയാ ഇവിടെയൊക്കെ എത്തി. അന്നേ ഒരു മീൻസ് സക്സസ് ആയ പോലെ. ഇതൊന്നും കാണാനോ എക്സ്പീരിയൻസ് ചെയ്യാനുള്ള ഒരു അവസ്ഥ സത്യം പറഞ്ഞു തരുന്നത്, കാരണം നമുക്ക് കേൾക്കുമ്പോ സന്തോഷം. ശരിക്കും നാട്ടിലുള്ള ആൾക്കാരും പരിചയമുള്ള ആൾക്കാരും ചെയ്യുന്നു എന്നുള്ളത് എനിക്ക് ഭയങ്കര സ്ട്രേഞ്ച് ആണ്. അറിയാം, അവർക്കൊക്കെ അറിയായിരുന്നു ആദ്യം. അപ്പൊ അവര് എന്റെ അടുത്ത് ഞങ്ങൾ ഇങ്ങനെ കേൾക്കുകയാണ്, എടാ നമ്മള് മറ്റേ ഇവളല്ലേ മെറീന, എടാ അവള് ഇതിലൊക്കെ എത്തി. അത് വളരെ കുറച്ച് സീനാണെങ്കിലും ഒരു അംഗീകാരമാണത്. എടാ നമ്മളെ നാട്ടുകാരാണ് നമ്മൾ ഏറ്റവും ലാസ്റ്റ് നമ്മൾ അംഗീകരിക്കുള്ളൂ. ബാക്കി ആരൊക്കെ അംഗീകരിച്ചാലും അവർക്ക് അംഗീകരിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പൊ അവര് ഫസ്റ്റ് തന്ന ഒരു അംഗീകാരം അത്. അതൊക്കെ ഞാൻ പറഞ്ഞുതരാം. അത് ശരിക്കും വളരെ കുറച്ചേ ഉള്ളൂ അല്ലേ? പക്ഷെ നല്ല സീനാണ്. 2 സീനേ ഉള്ളൂ, 2-3 സീൻ. ആളെ വെയിറ്റ് ചെയ്യുന്നത്, ആള് വീട്ടിൽ വരുന്നത്, പിന്നെ കോഫി ഷോപ്പ്, മറ്റേ ചായ ഫർണിച്ചർ ഷോപ്പിൽ പോകുന്ന സീൻ. അതില് പാടണം എന്ന് പറയുന്നത് അല്ലേ? അത് ശരിക്കും നല്ലൊരു കുറെ ആളുകള് ശ്രദ്ധിക്കുന്ന ഒരു ക്യാരക്ടറായിരുന്നു. അതേപോലെ ഹാപ്പി വെഡിങ്സിലേക്ക് വന്നപ്പോ സോഫിയ. ഹാപ്പി വെഡിങ്ങിലെ സീനുകളാണ് എല്ലാരും പറയുന്നത്. അമർ അക്ബർ ആന്റണി ആർക്കും അറിയില്ല, മേ ബി ഇയാള് നാട്ടുകാരി ആയതുകൊണ്ട് ശ്രദ്ധിച്ചായിരിക്കും. പക്ഷെ മോസ്റ്റ്ലി ഞാൻ അമർ അക്ബർ ആന്റണിയിൽ ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ ആൾക്കാര് ഏത് സീനിലാന്ന് ഇങ്ങനെ ചോദിക്കും. പിന്നെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യണം. അപ്പൊ ഓർമ്മയില്ലേ? ആ സീൻ കുറച്ച് പോപ്പുലർ ആണ് അന്ന്. പക്ഷെ എന്താ പറയാ, ഇത് കൊണ്ടുപോയത് ഇന്ദ്രേട്ടനാണ്. ആ സീൻ തൂക്കിയത് ഇന്ദ്രേട്ടനായതുകൊണ്ട് നമ്മളൊക്കെ സൈഡില് മറ്റേ മുങ്ങിപ്പോയി. അതെ, പിന്നെ ഞാൻ പറഞ്ഞേ സോഫിയ ഹാപ്പി വെഡിങ്സിലെ അതും നല്ല നന്നായിട്ടുള്ള ബസ്സിലെ സീനൊക്കെ ഭയങ്കര. അതാണ് ഒരു ബ്രേക്ക് എന്ന് പറയാൻ എനിക്ക് പറയാനുള്ളത്. കുറച്ചും കൂടെ ആളുകളിലേക്ക് പോപ്പുലർ എത്തുന്നത് അല്ലേ? ഈ നമ്മള് ശരിക്കും ഈ സിനിമയിലേക്കൊക്കെ വരാൻ ശരിക്കും ഒരു ജേർണി. നമ്മൾ ആദ്യം മോഡലിംഗ് ആയിരുന്നു. എനിക്ക് തോന്നുന്നു അമൃതയിൽ ഏതോ ഒരു സൂപ്പർ മോഡൽ, അതിലെന്തോ ബസ് എന്താ എന്റെ എൻസൈക്ലോപീഡിയ പോലെ അവിടെ സാധാരണ പഠിക്കാറില്ല. ശരിക്കും നമുക്ക് നമ്മുടെ നാട്ടുകാരിയുള്ളതായിരിക്കും സാധാരണ. അങ്ങനെ എനിക്ക് അത്രയ്ക്ക് നോളജ് ഇല്ലല്ലടാ. നാട്ടിലെല്ലാവർക്കും അത് അറിയാവുന്നതുമാണ്. എന്താന്നറിയില്ല എനിക്ക്. അല്ല, ഞാൻ ആക്ച്വലി വിചാരിച്ചോ കാര്യമായിട്ട് എന്നെ പറ്റി പറയാനൊന്നും അറിയാത്ത അങ്ങനെയുള്ള നമ്മൾ ഇന്റർവ്യൂല് വിചാരിക്കുക സിനിമ ഏതാന്ന് ചോദിക്കും, അല്ലെങ്കിൽ എന്താണ് നമ്മളുടെ പോയിന്റ് ഓഫ് വ്യൂ എങ്ങനെയാന്ന് ചോദിക്കും, ഇപ്പത്തെ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ട് ആ ഇഷ്യൂവിനെ പറ്റിട്ടൊക്കെ ആയിരിക്കും ചോദിക്കും. ഇതിന്ന് മുഴുവൻ എന്റെ ചൈൽഡ്ഹുഡ് കുത്തിപ്പോക്കലാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. വളരെ ആളുകൾക്ക് അറിയാത്ത കാര്യങ്ങളാണ് സാധനങ്ങളാണ് അടുത്ത് ഇടാൻ പോകുന്നത് കേട്ടോ. മറ്റേ അമൃതയില് അല്ലേ സൂപ്പർ മോഡൽ, അതില് ഉണ്ടായിരുന്നല്ലോ. ശരിക്കും ഞാനൊക്കെ കണ്ടിട്ടുണ്ട് ആ പ്രോഗ്രാം. വിശ്വസിക്കുവോ? എന്താ വിശ്വസിക്കുക, എനിക്കൊരു പണിയില്ലായിരുന്നു. അല്ല അങ്ങനെയല്ല, അങ്ങനെയല്ല. സൂപ്പർ മോഡൽ എന്ന് പറയുന്നത് അമൃതാനന്ദമയിന്റെ ഒരു ചാനലിൽ പെട്ടെന്നൊരു മോഡലിംഗ് പരിപാടി വരുമ്പോ അതെന്താ പ്രാർത്ഥനയും ഇതും തമ്മിൽ ബന്ധമില്ലാത്തൊരു കോമ്പിനേഷൻ ആയതുകൊണ്ട് ചിലപ്പോ ആൾക്കാര് നല്ല ഡ്രസ്സൊക്കെ ഇട്ട് ഭയങ്കര ഹൈ മോഡേൺ ഇതായിരുന്നു. അപ്പം
ഒരു പോയിന്റ് ഓഫ് ടൈമിൽ പിന്നെ അത് കാണിച്ചിട്ടില്ല, ചാനലിലൊന്നും പിന്നെ ഉണ്ടായിട്ടില്ല ആ സാധനം. അപ്പൊ അതിന് ഭയങ്കരമായിട്ട് പ്രശ്നങ്ങൾ അന്ന് ചിലപ്പോൾ നേരിട്ടുണ്ടാവണല്ലോ. ഇല്ല, നമുക്ക് പ്രശ്നം ഉണ്ടായിരുന്നില്ല. പ്രോഗ്രാം റിലേറ്റഡ് എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്ന് എനിക്ക് അറിയായിരുന്നു. കാരണം എന്ന് വെച്ചാൽ, കാരണം അത് ഭയങ്കര ഭക്തി റിലേറ്റഡ് ആയിട്ടുള്ള കുറെ പ്രോഗ്രാംസ് ഒക്കെ ഉള്ള ഒരു പ്രോഗ്രാമില് രാവിലെ മുതൽ ഇത്ര സമയം വരെ ഭക്തിയും വൈകുന്നേരം ഞങ്ങളെ ഷോ എന്ന് പറയുമ്പോ എന്തോ ഒരു മിസ്മാച്ച് പോലെ. അപ്പൊ അതുകൊണ്ട് അത് വൈൻഡപ്പ് ചെയ്തു എന്നാണ് ഞാൻ അറിഞ്ഞത്. അതേപോലെ ഭയങ്കര അടിപൊളിയായിട്ടുള്ള സ്മൈലാണ്. ബെസ്റ്റ് സ്മൈലിനുള്ള അത് കിട്ടിയില്ലേ? അതേതായിരുന്നു? കോഴിക്കോടോ? മിസ് മലബാറിലെ. നിങ്ങൾ ആരായിട്ടാ? എനിക്കറിയില്ല. എടോ എനിക്ക് പേടിയാവും. ഈ CID-കളൊക്കെ ഉണ്ടാവൂലേ, കംപ്ലീറ്റ് നമ്മള് പേടിക്കേണ്ട കാര്യമില്ല. പക്ഷെ ഞാൻ ഈ കുഞ്ഞു കുഞ്ഞു ഡീറ്റെയിൽസ് എങ്ങനെ സാധാരണ ഞാൻ എവിടെയെങ്കിലും പറയുമ്പോഴേ പോകുമ്പോ സ്റ്റേജിൽ നിന്നൊക്കെ ആൾക്കാർ പ്രൊഫൈല് പറയുമ്പോ ഞാൻ പറഞ്ഞു, ചേട്ടാ അത്ര ഡീറ്റെയിൽ ആയിട്ട് പറയണ്ട, എന്തെങ്കിലും ജസ്റ്റ് മോഡൽ ആക്ട്രസ് എന്ന് പറഞ്ഞാൽ മതി പറയും. പക്ഷെ ഇയാൾ ഇങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് പറയുമ്പോൾ എനിക്ക് ഭയങ്കര അത്ഭുതം. ബിക്കോസ് സ്റ്റഡി നടത്തിയിട്ടുണ്ടാവുമല്ലോ എന്തെങ്കിലും. സത്യമായിട്ട് ഞാൻ പറയട്ടെ, ഞാൻ ഒരു സ്റ്റഡി നടത്തിയില്ല, ഒരു സ്റ്റഡി ഞാൻ നടത്തിയിട്ടില്ല. എന്റെ അടുത്ത് വളരെ പെട്ടെന്നാണ് ജലാൽക്ക് പറയുന്നത് മറീന വരുന്നുണ്ട് എന്നുള്ളത്. ഇതൊക്കെ ഞാൻ കുഞ്ഞിലെ എത്ര നന്നായി. മറ്റേ ആസ്ട്രോളജറൊക്കെ ഇരിക്കുന്നല്ലോ, മറീന മൈക്കിൾ. ഇതൊക്കെ എനിക്ക് കുഞ്ഞിലേ ഉള്ള നല്ലതാ. എന്തെന്നറിയോ, ഒരു കാര്യം എനിക്ക് തോന്നിയെന്ന് വെച്ചപ്പോ, എന്റെ നാട്ടില് വേറെ ഒരു ഫ്രണ്ടോ അല്ലെങ്കിൽ താങ്കൾ എന്ന് പറയുന്ന ഒരാളെ പറ്റിയിട്ട് എനിക്ക് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു മീഡിയയിലുള്ള ആളാണെന്ന് പറയാനുള്ളതേ ഉള്ളൂ. ഇങ്ങനെ എത്ര ആൾക്കാരുണ്ടോ നമ്മുടെ നാട്ടിലല്ലേ ആർട്ടിസ്റ്റുകൾ, അത് നോട്ട് ചെയ്യുന്നത് വെരി ഗുഡ് ക്വാളിറ്റി. പിന്നെ പപ്പേനെ കുറച്ച് അറിയാം, അതൊരു കാര്യാ. പക്ഷെ ഞാൻ പറഞ്ഞില്ലേ, ഞങ്ങളുടെ നാട്ടിലേക്ക് ആദ്യമായി പൊങ്ങി വന്നൊരു സെലിബ്രിറ്റിയാ സത്യമായിട്ടും മറീനയാണ്. അതിനൊരു ഇതിട്ട് വേറെ ആരും ആ ഭാഗത്തില്ല, പ്രത്യേകിച്ച് ഒരു പെൺകുട്ടി ഇല്ലാന്ന് തന്നെ എനിക്ക് തോന്നുന്നു. അങ്ങനെ വരാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒരു ഏരിയ ആണ്. അവിടെ നിന്ന് ആ കുട്ടി എത്തിയപ്പോ നമ്മുടെയൊക്കെ ഒരു ആഗ്രഹം എന്തായിരിക്കും, ഒരു മീഡിയ ഒക്കെ തന്നെയാണ്. ഇപ്പൊ ഞാൻ ഇവിടെ ഇരിക്കുന്നുണ്ടെങ്കിൽ എന്റെ കുഞ്ഞിലെ ചിലപ്പോ അങ്ങനെ ഒരു ഇഷ്ടം എനിക്ക് ഉണ്ടാവും. അതുകൊണ്ടായിരിക്കാം ഞാൻ ഇങ്ങനെ നോക്കി. എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, മാതൃഭൂമിന്റെ ഫ്രണ്ടില് മിസ് മലബാറിന്റെ അത് കഴിഞ്ഞിട്ട് മറീൻ ഓരോരുത്തര്, അന്ന് ഗായത്രി ആയിരുന്നു, ആരായിരുന്നു എന്റെ ഫസ്റ്റ് ആയിരുന്നത്, ഏതൊരു മോഡല് മറീനാണ്. ഞാൻ എടുത്തു നോക്കിയോ ബെസ്റ്റ് സ്മൈൽ എന്ന് പറഞ്ഞിട്ട് കേട്ടു. ശരിക്കും നല്ല സ്മൈലാ, ശരിക്കും നല്ല ചിരിക്കും. ക്ലോസപ്പ് എടുക്കാനുള്ളതാ. ഇനിയിപ്പോ പുതിയ പ്രൊജക്ട് അങ്ങനെ എന്തെങ്കിലും ഒക്കെ സിനിമകൾ ഇനി വരാനുള്ളത് റിവോൾവർ ഇങ്കോ പറയും. അത് വിഷ്ണു ഉണ്ണികൃഷ്ണൻ, ഞാന്, അത് കുട്ടികളുടെ പടാ. ആ കുട്ടി തിരുവനന്തപുരം, അതിലൊരു കുട്ടിയുണ്ട്, ഒരു സൂപ്പർ ഹീറോ ആയിട്ട് അഭിനയിച്ച കുട്ടി. ആ കുട്ടി നമ്മുടെ നാട്ടിൽ നിന്ന്. ആൺകുട്ടിയാ. പേര് എന്നോട് ചോദിക്കുന്നത് എനിക്ക് മറന്നു. നല്ലൊരു ഉറപ്പായിട്ടായിരിക്കും. കാരണം ഞാൻ അവിടുത്തെ വിക്കിപീഡിയ എല്ലാം സുമതി എന്ന് പറഞ്ഞു. ഞാൻ മെറീന എന്റെ അടുത്ത് പറഞ്ഞു, അച്ഛൻ എന്റെ അമ്മായിമാരുണ്ട്. ഞാൻ പറഞ്ഞ മറ്റേ എല്ലാരും അറിയാം. ഞാൻ ഞെട്ടിപ്പോയി. ഈശ്വര, ഞാൻ ആ ഏരിയയില് ആൾക്കാരെ അറിയായിരിക്കും ഓഫ് കോഴ്സ്, കാരണം ഡിഫറെന്റ് ആയിട്ട് ജീവിച്ച് കാണിച്ച ഒരാളാണല്ലോ ഞാൻ. അതെ. അപ്പൊ അതുകൊണ്ട് അറിയായിരിക്കും. പക്ഷെ കുടുംബക്കാരും കൂടെ അറിയുന്നുണ്ടപ്പോ ഞാൻ ഒന്ന് തകർന്നു പോയി. അപ്പൊ ആ കുട്ടി അവിടുന്ന്. പിന്നെ മധുരം ജീവിതം എന്ന് പറഞ്ഞിട്ടൊരു സിനിമ, സിദ്ദിഖ് സാറും വിനയ പ്രസാദുമാണ് അതിലും ഒരു റോൾ ചെയ്തിട്ടുണ്ട്. അതാണ് റീസെന്റ് റിലീസ്. പിന്നെ കൂടുതലും പരസ്യങ്ങളും ഒക്കെയാണ് ഇപ്പൊ ചെയ്യുന്നത്. സിൽവർ സ്റ്റോം പോലത്തെ ബ്രാൻഡുകൾ, അതിന്റെ ബ്രാൻഡിങ് ഒക്കെ ചെയ്യണം ഞാൻ. അടിപൊളി. സിൽവർ സ്റ്റോം പിന്നെ പോയ ടിക്കറ്റ് ഒന്നും എടുക്കണ്ട, കാരണം മെറീനയുടെ ഫ്രണ്ട് ഞാൻ തള്ളി ചവിട്ടിയിടാം. അവരെടുത്ത് പറയാം, സാർ എങ്ങനെയൊക്കെ കയറ്റി വിടറോ, അല്ലെ അവള് ചരിത്ര വിളമ്പോ ഇവിടെ ഇരുന്ന് ഏതെങ്കിലും വെള്ളത്തിലേക്ക് തള്ളിയിടാൻ മുക്കിട്ട് കൊല്ലുന്ന. നീന്തും. ആ കുളമല്ലേ നമ്മുടെ അവിടുത്തെ, ആ കുളം കംപ്ലീറ്റ് ഞാൻ നീന്തും. ഇപ്പൊ മറ്റേ കുളിസി എന്ന് പറഞ്ഞു വരും. ഇട്ടോ നാട്ടില് സപ്പോർട്ട് എത്രത്തോളം ഈ ഒരു എനിക്കില്ലേ? എനിക്കറിയില്ല, ആര് വന്നാലും എന്നെ ഇങ്ങോട്ട് ഇന്റർവ്യൂ എടുക്കുന്നില്ലടാ. അല്ല, ഞാൻ ചോദിച്ചതാ. എനിക്ക് നാട്ടിലെ സപ്പോർട്ട്, ഒന്നാമത് ഞാൻ കല്യാണം കഴിഞ്ഞ് പോയി, അതിനുശേഷമാണ് ഞാൻ ഫീൽഡിലേക്ക് വരുന്നത്. നാട്ടിലുള്ള സമയത്ത് ഒന്നുമില്ല, ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. പക്ഷെ കഥാപ്രസംഗം അതൊക്കെ ചെയ്യുമായിരുന്നു. അതിനൊക്കെ ഞാൻ അവിടെ എന്താ പറയാ സ്റ്റേറ്റ് ഒക്കെ വരെ പോയിട്ടുണ്ട്. അങ്ങനെയാണ് ഞാൻ എന്റെ കഴിവുകളൊന്നും എന്റെ നാട്ടുകാർ അറിഞ്ഞില്ല. അതാണ് അറിയാണ്ട് പോയതാ. ഇനി ഇങ്ങനെ അറിയിക്കണം എനിക്ക് അവരെ. എന്റെ പപ്പ വന്ന് ഇൻഫ്ലുവൻസ് ചെയ്തിട്ട് പോലും പുറത്തെടുക്കാൻ പറ്റില്ല. ഇല്ല. സാധാരണ പപ്പ അങ്ങനെയല്ല. പപ്പ നന്നായിട്ട് നമ്മളെ മോട്ടിവേറ്റ് ചെയ്യും, സംസാരിക്കും, നന്നായിട്ട് വായിക്കും, അങ്ങനെയൊക്കെയുള്ള അറിവാ. ശരിക്കും ഞാൻ പറഞ്ഞില്ല, എന്റെ അടുത്ത് കൊറേ സംസാരിക്കായിരുന്നു പപ്പ. പക്ഷെ അത് ശരിക്കും എനിക്കറിയില്ല. ഞാൻ ഇപ്പൊ ഒരു ഇൻസിഡന്റ് പറഞ്ഞേ. അതായത്
ഞാനും പപ്പയും, അതായത് മെറീനന്റെ പപ്പയും എന്റെ പപ്പയും കൂടി ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് മെറീനന്റെ ഒരു ആദ്യമായിട്ട് Poster. നായികയായിട്ടുള്ള സിനിമയാണ് അല്ലേ? ആദ്യമായിട്ട് നായികയായിട്ട് അതെ, ചെയ്യുന്നത് മുംബൈ ടാക്സി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സിനിമയാട്ടോ. അതില് പുള്ളി ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോ അന്ന് KSRTC ബസ്സിന്റെ പുറകില് മെറീനന്റെയും നായകനെയും വലിയൊരു ഫോട്ടോ വെച്ചൊരു പരസ്യം ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോ പെട്ടെന്ന് മൈക്കിളേട്ടൻ പോയിട്ട് അത് നോക്കി ഇങ്ങനെ നിന്നിട്ട് പറയാണ് എന്റെ മോളാ, അങ്ങനെ പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു എനിക്കറിയാന്ന് ഞാൻ പറഞ്ഞു. ഇപ്പൊ പുള്ളി ജീവിച്ചിരിപ്പില്ല. ഒരു 4 വർഷമായി ഉണ്ടാവും, 4ാമത്തെ വർഷം. 4ാമത്തെ വർഷമായിട്ട് ആളില്ല. പക്ഷെ ആള് വലിയൊരു കാര്യം ചെയ്തിട്ടാണ് എന്താ പറയാ വിട്ടു പോകുന്നത്. പുള്ളിയുടെ ബോഡി വരെ ഡൊണേറ്റ് ചെയ്തിട്ടാണ് ഹോസ്പിറ്റലിൽ മെഡിക്കൽ കോളേജിലുണ്ട്. അതെ, ഇപ്പോഴും പുള്ളിയുടെ ജീവൻ വഴിക്ക് പോകുമ്പോ ഞാൻ നമ്മളടുത്ത് പറയില്ലേ, ഏതെങ്കിലും ഡോക്ടേഴ്സ് മെഡിക്കൽ കോളേജിൽ എന്തെങ്കിലും പറയുമ്പോ എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ യെസ് എന്റെ അച്ഛനും ഇവിടെ കിടക്കുന്നുണ്ട്, എന്റെ തന്തയുടെ വകയാണോന്ന് ചോദിച്ചാൽ അതേ ആണെന്ന് എനിക്ക് പറയാനുള്ള ഇതുണ്ട്. ശരിക്കും അത് വളരെ വലിയൊരു കാര്യമാണ് അല്ലേ? നമ്മുടെ ഒരു ബോഡിയൊക്കെ ഡൊണേറ്റ് ചെയ്ത് കുട്ടികൾക്ക് പഠിക്കാൻ കൊടുക്കാന്ന് വെച്ചാൽ അപ്പൊ അത് ഫാമിലി ആയിട്ട് എനിക്ക് പറ്റുമെന്ന് വെച്ചാൽ എനിക്ക് പറ്റൂല. എന്റെ വീട്ടിലുള്ളവരുടെ ആരെങ്കിലും ചെയ്യാൻ പറ്റുമോ വെച്ചാൽ അതും എനിക്ക് പറ്റൂല. ഞങ്ങൾക്കൊരു ഡിസിഷൻസ് അതൊരു ഭയങ്കര ബോൾഡ് തോട്ടാണ്. കാരണം നമുക്കൊരു പോയിന്റിൽ തോന്നും നമ്മൾ ചെയ്യണത് ശരിയാണോ, നമുക്കൊരു പോയിന്റ് തോന്നും ഇത് ഇദ്ദേഹത്തിന്റെ ഒരു ആഗ്രഹം കൂടിയല്ലേ, അപ്പൊ നമ്മളത് മരിച്ചു കഴിയുമ്പോൾ നമ്മളത് ചെയ്യാനുള്ള ഒരു റെസ്പോൺസിബിലിറ്റി നമുക്കില്ലേന്ന്. 2010 മുതൽ തിരുവണ്ണൂരുള്ള കുറെ ആൾക്കാരുടെ ബോഡി പപ്പ ഇൻഫ്ലുവൻസ് ചെയ്ത് അവരെ കൊണ്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യണം എന്നുണ്ട് സൈൻ ചെയ്ത് മേടിച്ചിട്ടുണ്ട്, ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ സാധാരണ ഒരാൾ ബോഡി മരിച്ചു കഴിഞ്ഞാൽ ഇത്ര സമയത്തിനുള്ളിൽ ഫ്രീസ് ചെയ്യണം. അപ്പൊ ഞാൻ അന്ന് കൊച്ചിയിൽ ഇരിക്കുമ്പോഴാണ് പപ്പ മരിക്കണം. അപ്പൊ ക്യാൻസർ ആയിരുന്നു. അപ്പം ഓർഗൻസ് ഒന്നും ഡൊണേറ്റ് ചെയ്യാൻ പറ്റില്ല, ആകെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ബോഡിയാണ്. അപ്പൊ ഞാൻ വേഗം വിളിച്ചിട്ട്, സാഞ്ചസിനെ അറിയാം നിങ്ങൾക്ക്? ബാലുവേട്ടന്റെ മോൻ. എന്താ പേര്? സാഞ്ചസ്. മറ്റേ അല്ലല്ല, സാഞ്ചസ് എന്നാ വിളിക്കണത്. ബാലുവേട്ടൻ അറിയാം, പാർട്ടിയിലുള്ളത്, നാട്ടിലെ അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ള കുറെ ബാലുവേട്ടന്മാരുണ്ട് നമ്മുടെ നാട്ടില്. സാഞ്ചസിനെ വിളിച്ച് പറഞ്ഞിട്ട് ഞാൻ ഫ്രീസർ റെഡിയാക്കിയിട്ട് അതിലേക്ക് ഫ്രീസ് ചെയ്തു ബോഡി. എന്നിട്ട് ഇത്ര ടൈമിനുള്ളിൽ കൊടുക്കണമെന്നുണ്ട്. അപ്പൊ സാധാരണ ഒത്തിരി ഫോർമാലിറ്റീസ് ഉണ്ടെന്ന്. ഇത് പപ്പ 2010 മുതൽ ചെയ്തു വെച്ചതുകൊണ്ട് പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ടി വന്നില്ല. ജസ്റ്റ് ആംബുലൻസ് അറേഞ്ച് ചെയ്തു, അവിടെ കൊടുത്തു, തിരിച്ചു വന്നു, അങ്ങനെയുള്ളൂ. പക്ഷെ നമ്മളത് ഇമോഷണലി ചിന്തിക്കുമ്പോൾ അതൊരു നമ്മുടെ കൂടെ കുറെ കാലം ഉണ്ടായിരുന്ന ഒരു ജീവനല്ലേ, അങ്ങനെ ചെയ്യാമോ എന്ന് ചിന്തിക്കുമ്പോൾ നമുക്ക് വിഷമാവും. പക്ഷെ അതിൽ നല്ലൊരു കാര്യമുണ്ട്. കാരണം ഇവിടെ ഡോക്ടറൊക്കെ പറഞ്ഞൊരു കാര്യം, മെഡിക്കൽ കോളേജിലെ മെയിൻ HOD അങ്ങനെ ആരോല്ലേ, അവര് പറഞ്ഞൊരു കാര്യം, നമ്മുടെ നാട്ടില് ഫിസിക്കലി നമുക്ക് ഡോക്ടേഴ്സിന് കാര്യങ്ങൾ ചെയ്ത് പഠിക്കാൻ കടാവർ എന്നാ പറയാ. കടാവർ ഇല്ല, ലിമിറ്റഡ് ആണ്. അപ്പൊ അങ്ങനെ ഒരു ബോഡി കിട്ടിയാൽ മാത്രമേ അവർക്ക് അതിൽ പഠിച്ചിട്ട് മാത്രമേ ഒരു വേറൊരാൾക്ക്, അതായത് ജീവനുള്ള ശരീരത്തിൽ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ പിന്നെ നമ്മൾ അത് പ്രൊവൈഡ് ചെയ്യുന്നത് വളരെ നല്ല കാര്യത്തിനാണ്. ഞാൻ ആകെ പറയാ, ദയവ് ചെയ്ത് നിങ്ങൾ ഡോക്ടേഴ്സ് ഒന്നും ഉഴപ്പരുത്. കാരണം നമ്മളുടെ അത്രയും പ്രഷ്യസ് ആയിട്ട് കൊണ്ടു നടക്കുന്ന ഒരാളെയാണ് നിങ്ങൾക്ക് തരുന്നത്. ആളെന്ന് പറഞ്ഞാൽ ആളുടെ ശരീരമാണ് കൊടുക്കുന്നത്. പപ്പാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാമല്ലോ, ഞാൻ ഇമോഷണൽ ആയിട്ട് പറയല്ല, പക്ഷെ ഏറ്റവും നല്ല മനുഷ്യൻ ഞാൻ എന്റെ ലൈഫിൽ കണ്ടതിൽ. എനിക്ക് മെറീന എന്ന് പറഞ്ഞ് ഞാൻ അറിയുന്നതിലും എനിക്ക് ആഗ്രഹമായിരുന്നു മൈക്കിളേട്ടന്റെ മോള് എന്ന് പറഞ്ഞിട്ട് ഒരാൾ സംസാരിക്കുന്നത് കേൾക്കാൻ. കാരണം അങ്ങനത്തെ ഒരു മനുഷ്യനാണ്. ആൾക്കൊരു ബുദ്ധിമുട്ടില്ലാത്ത, ദ്രോഹമില്ലാത്ത, സംസാരിക്കുന്നതും കുറവാട്ടോ. നിന്റെ അടുത്ത് ചിലപ്പോൾ ഒരു മോളെ പോലെ തോന്നിയോണ്ടായിരിക്കും, എന്നോട് വരെ സംസാരിക്കണത് കുറവാ. അപ്പോൾ അങ്ങനെ ഉള്ള ഒരു ബോഡിയാണ് നമ്മൾ കൊടുത്തത്. അപ്പൊ അതിനുള്ളൊരു വാല്യൂ എല്ലാവർക്കും വേണമെന്ന് ഞാൻ എപ്പോഴും ചിന്തിക്കും. കാരണം നമുക്ക് ഇങ്ങനെ 2 തോട്ട്സ് ആൾക്കാർ പറയുമല്ലോ, അത് അവരവിടെ നന്നായിട്ട് യൂസ് ചെയ്ത് പല 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 കാര്യങ്ങൾ ആ ടൈമിൽ വരും. റിലീജിയസ്ലി കുഴപ്പമുണ്ടായിരുന്നു, കാരണം ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയിൽ ബിലോങ് ചെയ്യുന്നതുകൊണ്ട് നമ്മളത് മറവ് ചെയ്യണം എന്നാണല്ലോ. പിന്നെ ഏതൊരു മനുഷ്യനും അല്ലെങ്കിൽ ഏതൊരു ജീവിയും ജനിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ഡീകേ ആവണം എന്നാണ് അതിന്റെ നേച്ചർ ലോ. പക്ഷെ ഇതൊരു ഗുഡ് കോസിനായോണ്ട് അങ്ങനെ ചെയ്തതാണ്. അപ്പൊ അതിന്റെ ഒരു ഗുണം എല്ലാവർക്കും ഉണ്ടാവും. അപ്പൊ ശരിക്കും അതിന്റെ ആ ഒരു തീവ്രത എന്താന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്. ഭാവിയിൽ മറീന അങ്ങനെ ഒരു ഞാനത് ചിന്തിച്ചിരുന്നു. എനിക്ക് ചെയ്യാൻ ഒത്തിരി താല്പര്യമുണ്ട്. പക്ഷെ ഞാൻ ആലോചിച്ചത്, ഞാനൊരു സിനിമയിൽ അഭിനയിക്കുന്ന ആളാണ്. അപ്പൊ എന്റെ ബോഡി ഞാൻ കൊടുക്കുന്ന സമയത്ത് എനിക്കറിയില്ല ആളുകൾ അതിനെ എങ്ങനെ കാണും എന്നുള്ളത്. ഇപ്പൊ പണ്ട് ഞാൻ കേട്ടിട്ടുണ്ട്, സിൽസ്മിത എന്ന് പറയുന്ന ഒരു നടി മരിച്ചതിന് ശേഷം അവരെ അബ്യൂസ് ചെയ്തിട്ടുണ്ട്. എനിക്ക് അത് പേടിയുണ്ട്. ബിക്കോസ് ഞാൻ എന്റെ ലൈഫിൽ, ഇതെന്താ ഈ ഒരു ഇന്റർവ്യൂല് പറയുന്നല്ലേ, എന്റെ ലൈഫിൽ എനിക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് എന്റെ ബോഡിയാണ്. ഞാൻ എന്റെ ബോഡിയിൽ ഒരു ടോക്സിൻസും ഇതുവരെ ഞാൻ അകത്തേക്ക് എടുത്തിട്ടില്ല. ഒരു കാര്യങ്ങളും, ആകെ കുറച്ച് ജങ്ക് ഫുഡ് കഴിച്ചതിന്റെയാണ് ഈ തടി ഇരിക്കുന്നത്. അല്ലാതെ നമ്മൾ പറയില്ല, നമുക്കൊരു അമ്പലം പോലെ കൊണ്ട് നടക്കുന്ന ഒരു സാധനമാണ് എന്റെ ശരീരം. കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ, കൃത്യമായിട്ടുള്ള ഫുഡ് കാര്യങ്ങളൊക്കെ ആയിരുന്നു ഒരു പോയിന്റ് ഓഫ് ടൈം വരെ.
പിന്നെ നമ്മള് ജോലി സംബന്ധമായിട്ട് നമുക്ക് ജങ്ക് കഴിക്കേണ്ടി വരും. അപ്പൊ അങ്ങനെ ഒരു സാധനം ഞാൻ വിശ്വസിച്ച് ഏൽപ്പിക്കുമ്പോൾ അതിന് വേറൊരു രീതിയിൽ ഞാൻ മരിച്ചു കഴിഞ്ഞ ആളുകള് ബേൺ മൈ ബോഡി എന്ന് പറഞ്ഞ ഷോർട്ട് ഫിലിം ആ ഒരു ഇതിൽ എനിക്കുണ്ട്. പക്ഷെ ഞാൻ അമ്മേനോടും എല്ലാരോടും ഞാൻ ഇങ്ങനെ പറയും ലൈക്ക് മരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഡൊണേറ്റ് ചെയ്യാമെന്ന്. അപ്പം ഡൊണേഷൻ എന്നുള്ള സാധനം എന്റെ മനസ്സിൽ ആഗ്രഹമുണ്ട്. ബട്ട് ഈ ഒരു സാധനം എന്റെ മൈൻഡിലുണ്ട്. കാരണം എന്താവും നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. പ്രത്യേകിച്ച് നമ്മളൊരു ലോഡിയൊക്കെ ആയതുകൊണ്ടുള്ള ഒരു ടെൻഷൻ ആയിരിക്കാം. നമുക്ക് അതിനെ അധികാരികമായി പറയാൻ ശരിക്കും നമുക്ക് അറിയില്ല അവരെന്താ ആഫ്റ്റർ ആയിട്ട് അവര് ചെയ്യാറില്ല. പക്ഷെ ഞാൻ അറ്റ്ലീസ്റ്റ് ഓർഗൻസ് ഡൊണേറ്റ് ചെയ്യണം. എനിക്കിപ്പോ വലിയ അസുഖങ്ങൾ ഇല്ലാന്നുണ്ടെങ്കിൽ എന്തായാലും ഞാൻ ഓർഗൻസ് ഡൊണേറ്റ് ചെയ്യും. അതിനുള്ള ഒരു കപ്പാസിറ്റി ഉണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പൊ നമ്മള് കണ്ണ് അല്ലെങ്കിൽ നമുക്ക് വേറെ ആൾക്ക് കൊടുക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ലേ, അങ്ങനെ ചെയ്യും ഞാൻ എന്തായാലും. ഹോൾ ബോഡി ഈസ് എ കൺഫ്യൂഷൻ. കാരണം അത് മീഡിയയിൽ ആയതുകൊണ്ട് മാത്രമാണ്, അല്ലെങ്കിൽ ചെയ്തേനെ. ഇനിയിപ്പോ പാട്ട് കേട്ടാലോ നമുക്ക്? മുത്തുമഴ ഇങ്ങ് കൊട്ടിത്തീരാതോ, മുല്ലയിരവുകൾ പത്തിയെറിയാതോ, ஜானோதம் மாரோதம் தம் இங்கு உந்தன் கையில் சொர்க்கம், பொல்ல இரவோ சொல்லாத உறவோ, இல்ல ஒருவனை வேண்டி எங்கும் உசிரோ, கண்ணாளா இன்னாளா பின்னாளா, இன்னும் வரும் எந்தன் கதையை எந்தன் கதை, இன்னும் வரும் எந்தன் கதையை എന്തൻ കഥ. സൂപ്പർ സൂപ്പർ, അടിപൊളി. എന്തെങ്കിലും ഒരു കഴിവില്ലാത്തവരാ ഈ കോഴിക്കോട്ടുകാർക്ക് എന്തെങ്കിലും ഒരു കഴിവുണ്ടാവുന്ന പറയാം. ഒന്നില്ലെങ്കിൽ ഭക്ഷണം ഉണ്ടാക്കുന്ന കഴിവെങ്കിലും നമ്മള് എല്ലാവർക്കും എന്തെങ്കിലും കഴിവുണ്ടാവും. സത്യം, അത് ഞാൻ പറഞ്ഞല്ല കേട്ടോ, എല്ലാവരും എപ്പോഴും പറയും. കൂടുതൽ തോന്നിയതില്ലേ ഈ പാട്ടിന്റെ ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കഴിവ് വേണം എന്ന് എനിക്ക് തോന്നില്ല, ട്രെയിൻ ചെയ്താൽ മതി തോന്നുന്നുണ്ട്. ചെറുപ്പം മുതലേ നമുക്ക് ട്രെയിനിങ് തന്ന് ഞാൻ അതിനെ അങ്ങനെയാ കാണുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ അച്ഛന്റെ കഴിവുണ്ട്, ജീനിന്റെ ഒരു ഇതുണ്ടാവും. പക്ഷെ ചില ആൾക്കാർ കുഞ്ഞിലേ തൊട്ട് പാട്ടിലേക്ക് ആക്കി നമുക്ക് അങ്ങനെ ട്രെയിൻ ചെയ്യാൻ പറ്റുന്ന എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഉണ്ട്. ട്രെയിൻ ചെയ്ത് നോക്കണല്ലോ, ഒന്ന് ട്രൈ ചെയ്യണം. ട്രെയിൻ ചെയ്ത് നോക്കണം. അതെ, പാട്ടും ഡാൻസ് ഒക്കെ ഒന്ന് ചുമ്മാ ട്രൈ ചെയ്ത് നോക്ക്, നല്ലതല്ലേ. ഓൾറെഡി ഉണ്ടാവുമല്ലോ അല്ലെ, പാട്ട് പഠിച്ചതല്ലേ 8 മാസം. സ്വാതി പ്രൊഡക്റ്റ് അല്ലേ ഒന്നില്ലെങ്കിലും രണ്ടുപേരും പാടും. എന്റെ വീട്ടിലുള്ളവർക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു പാടണം എന്നുള്ളത്. അങ്ങനെ 8 മാസം എന്നെ പറഞ്ഞപ്പോ അവർക്ക് മനസ്സിലായി എല്ലാ ആഗ്രഹങ്ങളും നടക്കുന്നതല്ല. അങ്ങനെയൊന്നുമില്ല, ചുമ്മാ എന്നാൽ ആദ്യമായിട്ട് എനിക്ക് ചിലപ്പോ ഒരു ആങ്കർ പാട്ട് പാടി. ഞാൻ ജലാൽക്ക് ഒരു പ്രാവശ്യം പഠിപ്പിച്ചിട്ട് അതിൽ കമന്റ്സ് കണ്ടതോടുകൂടി ഞാൻ ഒന്നുകൂടി നിർത്തി. എന്താ ആൾക്കാർ അങ്ങനെ പറഞ്ഞോട്ടെ, അതെന്തിനാ ബോധർ ചെയ്യാറില്ല. ബോധർ ചെയ്യുന്ന ആളാണ് ഇവിടെ ഇരിക്കില്ലെന്ന് എനിക്ക് തോന്നുന്നു. ഇല്ലടാ പ്ലീസ്, നമ്മള് നാട്ടുകാരല്ലേ, ആരെന്തെങ്കിലും കടിക്ക്. അപ്പൊ എനിക്ക് പേഴ്സണലി പഠിക്കുന്നത് മതി. തീർച്ചയായും. പിന്നെ ഇനി ഇങ്ങോട്ടേക്ക് വിളിച്ചാൽ വരരുത്, അതല്ലേ ഉദ്ദേശം. അവിടെ തന്നെ ഉണ്ടാവും, അതാണ് കാര്യം. ശരിക്കും ഇപ്പത്തെ ഒരു ലൈഫ് എങ്ങനെ പോകുന്നു? പണ്ടത്തെ ലൈഫിനും കാട്ടും പ്രത്യേകിച്ച് ഒന്നും എനിക്ക് മാറ്റായിട്ട് പറയാനില്ല. ബിക്കോസ് എനിക്ക് കോൺസ്റ്റന്റ്ലി സമാധാനമുള്ള ഒരാളാണ് ഞാൻ. അപ്പൊ എനിക്ക് ലൈഫിൽ ഏറ്റവും ഇഷ്ടം സമാധാനമാണ്. അപ്പൊ എനിക്ക് നല്ല സമാധാനം ഉണ്ട്. ഞാൻ അങ്ങനത്തെ ഒരു വീട്ടിൽ നിന്ന് വരുന്ന ഒരാളാണല്ലോ. പിന്നെ നമ്മളിപ്പോ റിച്ച്നെസ് പല രീതിയിലുണ്ടെന്ന് ആൾക്കാർ പറയും. ഫിനാൻഷ്യലി ഇൻഡിപെൻഡന്റ് ആവുന്നത് ഒരു നല്ല കാര്യമാണ്. ആ ഒരു ചേഞ്ച് ലൈഫിൽ വന്നിട്ടുണ്ടെന്ന് ഉള്ളത് ഒരു പോസിറ്റീവ് കാര്യമായിട്ട് ഞാൻ കാണുന്നു. കാരണം എൻ്റെ പാരന്റ്സിന് അത്ര സേവിങ് അല്ലെങ്കിൽ ഒരു മണി മാനേജ്മെന്റ് എങ്ങനെയാണെന്ന് അറിയില്ല. ശരിക്കും പറഞ്ഞാൽ നമ്മൾ അതാണ് വേണ്ടതെന്ന് ഞാൻ വിചാരിക്കും. കുട്ടികൾക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കുമ്പോൾ ചെറുപ്പം മുതൽ പൈസ എങ്ങനെ മാനേജ് ചെയ്യാന്ന് പഠിപ്പിച്ചു കൊടുക്കണം. അപ്പൊ എന്റെ വീട്ടുകാർക്കും അത് വലിയ ഐഡിയ ഇല്ല. അതൊരു തെറ്റല്ല, അറിയാത്തോണ്ടായിരിക്കാം. അത് കുറച്ച് നല്ലതായിട്ട് എനിക്ക് തോന്നി. ബിക്കോസ് ഈ ഒരു ഫീൽഡ് കാരണം എനിക്ക് അങ്ങനത്തെ കുറെ പോസിറ്റീവ് കാര്യങ്ങളുണ്ട്. അതർ ദാൻ ദാറ്റ് നോക്കുമ്പോ പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല. ഞാൻ നല്ല ഹാപ്പിയായിട്ടാ ജീവിക്കണേ. എന്നെ കല്യാണം കഴിഞ്ഞിട്ടില്ലല്ലോ, ഇല്ല. അതുകൊണ്ടാ അല്ല, അങ്ങനെ. പക്ഷെ വേറെ കാര്യമുണ്ട്. ഇപ്പം ഓരോരുത്തരുടെ പോയിന്റ് ഓഫ് വ്യൂ ആണ്. ഇപ്പൊ നമ്മളുടെ ലൈഫിൽ ഡിസിഷൻസ് നമുക്ക് എടുക്കാനുള്ള ഒരു ചോയ്സ് എല്ലാവർക്കും ഉണ്ടല്ലോ. അപ്പൊ ചിലപ്പോ നമ്മൾ അങ്ങനത്തെ ഒരു കാര്യം അല്ലെങ്കിൽ അങ്ങനെ ഒരു ആളെയാണ്. അപ്പൊ ഞാൻ എപ്പോഴും പറയും, എനിക്ക് റിലേഷൻഷിപ്പ് ചില സമയത്ത് വർക്ക്ഔട്ട് ആവാത്തത്. ഇപ്പൊ ശരിക്കും റിലേഷൻഷിപ്പ് ഉണ്ടോ? ഇല്ല, എനിക്ക് വർക്ക്ഔട്ട് ആവാത്തതും ആവാതിരുന്നതും എപ്പോഴും ഞാൻ ഒരു ആണോ അല്ലെങ്കിൽ ഒരു ആൺ സുഹൃത്തോ എന്റെ ലൈഫിൽ വരുമ്പോൾ ഞാൻ എപ്പോഴും എന്റെ അച്ഛനായിട്ടാ കമ്പയർ ചെയ്യുക. കിട്ടാൻ ബുദ്ധിമുട്ടാ. അതെ, അറിയാലോ.
സോ ആ ക്വാളിറ്റി മെയിൻറ്റെയിൻഡ് ആവാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ബിക്കോസ് ഞാൻ എപ്പോഴും ഇതിപ്പോ സത്യം പറഞ്ഞാൽ എന്റെ ഇന്റർവ്യൂ എന്റെ പപ്പനെ പറ്റി കൂടുതൽ സംസാരിക്കുന്നത്. കാരണം എന്താ വെച്ചപ്പോ അമ്മയൊക്കെ സാധാരണ ഞാൻ കേട്ടിട്ട് അമ്മ പറയുന്ന ഒരു കാര്യമാണ്, ഇപ്പം പപ്പ കിടന്നുറങ്ങുമ്പോൾ അമ്മയ്ക്ക് ഉറക്കമില്ലെങ്കിൽ അമ്മ പോയിട്ട് TV വെക്കും, അല്ലെങ്കിൽ അമ്മ ഇരുന്ന് എന്തെങ്കിലും വായിക്കും. സാധാരണ വീടുകളിലാണെങ്കിൽ എന്തെങ്കിലും ഒരു സംസാരം ഉണ്ടാവും, കിടന്നുകൂടെ എന്നൊക്കെ ചോദിക്കുമല്ലോ. വീട്ടിൽ അങ്ങനത്തെ കാര്യങ്ങൾ പോലും പ്രശ്നമില്ല. അപ്പം അത് വളരെ ചെറിയൊരു എക്സാമ്പിൾ പറഞ്ഞതാണ്. അപ്പൊ ഞാൻ എപ്പോഴും ആലോചിക്കാറുണ്ട്, എൻ്റെ ഒരു പാർട്ട്ണർ വരുമ്പോൾ ഞാൻ ഇരുന്ന് സംസാരിക്കുന്ന കാര്യങ്ങൾ അയാൾക്ക് മനസ്സിലാവണം, അയാൾ പറയുന്നത് എനിക്ക് മനസ്സിലാവണം എന്നുള്ളൊരു വേവ് ലെങ്ത് ഉണ്ടാവുമല്ലോ. കുറെ ആൾക്കാർക്ക് അങ്ങനത്തെ ബേസിക് കാര്യങ്ങൾ പോലും ഇല്ല. ചില ആൾക്കാർ സംസാരിക്കാൻ പോലും ഇരുന്ന് തരാറില്ല. ഞാൻ കണ്ടിട്ടില്ല, വളരെ റെയർ ആണ്. അങ്ങനത്തെ ഒരാളെ ആണ് ഞാൻ. അപ്പൊ ജീവിതത്തിൽ പ്രണയം ഉണ്ടായിട്ടില്ലേ? ഇഷ്ടം പോലെ. പക്ഷെ അവർക്കാർക്കും അതാണ് ഈ ഒരു ക്വാളിറ്റി, ഈ ഒരു ഗ്രാഫിലേക്ക് എത്തുന്നില്ല. ഞാൻ പറഞ്ഞ അത്രയും എത്തണ്ട, 50% വന്ന ആൾക്കാരുണ്ട്, 60% വന്ന ആൾക്കാരുണ്ട്. ഞാൻ 100% കിട്ടിയാലേ കല്യാണം കഴിക്കുള്ളൂ. ഇല്ല, അറ്റ്ലീസ്റ്റ് ഒരു 19 വേണം അല്ലെ? ശരിക്കും എന്താ ഒരു 5 എണ്ണം പറയാം അല്ലെങ്കിൽ 2 എണ്ണം പറയാൻ പറഞ്ഞാൽ എന്തായിരിക്കും കൂടുതലായിട്ട് മെറീന മൈക്കിളിനെ അട്രാക്ട് ചെയ്യണം? സംസാരിക്കാൻ, നന്നായിട്ട് സംസാരിക്കല്ല, നല്ലത് സംസാരിക്കണം. പ്രശ്നങ്ങൾ വന്നാൽ സംസാരിക്കാനുള്ള ഒരു സ്പേസ് വേണം. രണ്ടാമത്തത് ഞാൻ പറഞ്ഞില്ലേ, നമുക്കൊരു നല്ലൊരു സുഹൃത്ത് എന്നുള്ള രീതിയിൽ തന്നെ കൺസിഡർ ചെയ്താൽ മാത്രമേ നല്ലൊരു പാർട്ട്ണറായിട്ട് നമുക്ക് നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് പോകാൻ പറ്റുള്ളൂ. പിന്നെ നമുക്ക് ഫിനാൻഷ്യൽ പ്ലാനിങ്ങുകൾ എങ്ങനെയാണെന്നുള്ളത് എനിക്കൊരു ഇത് വേണം. ലൈക്ക് ഇപ്പൊ എന്നെ സംബന്ധിച്ച് എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റുന്നിടത്തോളം എൻ്റെ കാര്യങ്ങൾ ഞാനാണ് ചെയ്യുക. ഞാനൊരു സിനിമ ചെയ്തിരുന്നു. ആ സിനിമേന്റെ പാട്ട് ഇറങ്ങിയ സമയത്ത് അതിലൊരു സീൻ വൈറലായി. അതിലുള്ള നായകൻ എന്നോട് പറയും, എനിക്കൊരു സ്റ്റാർട്ടപ്പ് തുടങ്ങണം. അത് താങ്കൾ ചിലപ്പോ കണ്ടിട്ടുണ്ടാവില്ല, അത് വൈറലായിരുന്നു. എനിക്കൊരു സ്റ്റാർട്ടപ്പ് തുടങ്ങണം, എന്നിട്ട് കല്യാണത്തിനെ പറ്റിയിട്ട് എന്തോ ആലോചിക്കാൻ പറ്റുള്ളൂ എന്ന് പറയുമ്പോൾ അതിൽ എന്റെ ക്യാരക്ടർ വേണ്ടി ഞാൻ നോക്കിക്കോളാന്ന്. അപ്പൊ എന്നെ സംബന്ധിച്ച് അങ്ങനെ ഒരു പാർട്ട്ണറായിട്ട് പോകുന്നതാണ് എനിക്ക് താല്പര്യം. എനിക്ക് പറ്റാത്തപ്പോ അദ്ദേഹം സഹായിക്കുക, അദ്ദേഹത്തിന് പറ്റാത്തപ്പോ ഞാൻ സഹായിക്കുക, അല്ലെങ്കിൽ എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റുന്നിടത്തോളം ഞാൻ എന്റെ കാര്യങ്ങൾ ഏൺ ചെയ്ത് ചെയ്യാന്നുള്ളത്, മുന്നോട്ട് പോവാന്നുള്ളത് എനിക്ക് ഇമ്പോർട്ടന്റ് ആണ്. അത് ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസി എന്ന് പറയും അല്ലെ. പിന്നെ എനിക്ക് എന്റെ പൈസ ഉണ്ടെങ്കിലേ ഞാൻ കല്യാണം കഴിക്കുള്ളൂ. അതുകൊണ്ട് ഇപ്പൊ കല്യാണം കഴിക്കാത്ത? അതെ, അതൊരു ഫാക്ട് ആണ്. അങ്ങനെയല്ല, നമുക്ക് സ്റ്റേബിൾ ആവണം, നമുക്കൊരു സ്ഥലത്ത് ഇൻവെസ്റ്റ് ചെയ്ത് അതിൽ നിന്ന് ഇൻകം ജനറേറ്റ് ചെയ്ത് ഞാൻ എന്റെ ഫ്യൂച്ചർ സേഫ് ആക്കിയാൽ മാത്രമേ എനിക്ക് എന്നെ ഒരാളെ ഏൽപ്പിക്കാൻ പറ്റുള്ളൂ. നാളെ ഞാൻ ഒരു കിടപ്പിലായി പോവല്ലേ, എനിക്കൊരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ അയാൾക്ക് ഞാനൊരു ബുദ്ധിമുട്ടാവരുത് എന്നുള്ളത്. ഇപ്പൊ ആന്റി ഒക്കെ പറയില്ലേ വീട്ടിൽ നിന്ന്, വളരെ സാധാരണക്കാരായിട്ട്. ഉറപ്പായിട്ടും പോയിന്റ് നമ്പർ 1 അവര് കിട്ടിയിട്ടില്ല, എന്നിട്ടാണ് അവർ എന്നോട് കെട്ടാൻ പറഞ്ഞത്. അവർ രണ്ടുപേരും കല്യാണം കഴിച്ചിട്ടില്ല. എന്റെ മോനെ, അന്നത്തെ കാലത്ത് അവർ രണ്ടുപേരും കല്യാണമേ കഴിച്ചിട്ടില്ല. അതിലൊരു ആന്റി റിലേഷൻഷിപ്പ് പോലും ഇല്ല. ഫുൾ ടൈം പ്രാർത്ഥനയൊക്കെയാണ്. അപ്പൊ എന്നോട് വന്ന് പറഞ്ഞു, ഞാൻ പറഞ്ഞു ഓക്കെ, ആദ്യം ആരുതാ നടത്തേണ്ടത്, എൽസെന്റെ നടത്തണോ ത്രസെന്റെ നടത്തണോ എന്ന് ചോദിക്കുമ്പോ പിന്നെ വേറൊരു, അതല്ലേ അച്ഛനും അമ്മയും ലിവിംഗ് ടുഗദർ ആയിരുന്നോ? അല്ലല്ല, അവര് ലവ് മാരേജ് ആയിരുന്നു. അമ്മ ഹിന്ദു ആയിരുന്നു, കൺവേർട്ടഡ് ടു ക്രിസ്ത്യൻ ആണ്. പിന്നെ പപ്പ അങ്ങനെ ഇഷ്ടാണെന്ന് പറഞ്ഞു, പോരുന്നോ എന്റെ കൂടെ എന്ന് വെച്ചാൽ അമ്മ പോയി കല്യാണം കഴിച്ചു, സന്തോഷമായി ജീവിക്കുന്നു, അടിപൊളിയായിട്ട്. ഞാൻ ചോദിക്കുന്നതേ, അമ്മ ഉണ്ടല്ലോ, അമ്മയൊക്കെ പറയില്ലേ വീട്ടിൽ നിന്ന് കല്യാണം കഴിക്കാൻ സമയമായി മെറീന? ഇല്ലല്ലേ, അമ്മയുടെ ഒരു ക്യാരക്ടർ അതല്ലേ? നമ്മുടെ മറ്റേ ആന്റി പറയും അങ്ങനെ ഒരു പ്രശ്നമില്ല എന്റെ അമ്മയ്ക്ക്. എന്റെ അമ്മയില്ലേ സത്യം പറഞ്ഞാൽ സാധാരണ ടിപ്പിക്കൽ ഒരു ഫാമിലി എന്നുള്ള ടൈപ്പ് ഓഫ് ഒരു മൈൻഡ് സെറ്റില് വരേണ്ട ആളാ. നല്ലോണം ഇൻഫ്ലുവൻസ്ഡ് ആണ് പപ്പനില്. അയ്യോ, അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കിയേ, അമ്മ ഇത്ര ഇൻഫ്ലുവൻസ്ഡ് ആണെങ്കിൽ മോളായിട്ടുള്ള ഞാൻ എന്തായിരിക്കും അവസ്ഥ? കാരണം എന്താ വെച്ചാൽ അമ്മയ്ക്കൊന്നും അങ്ങനത്തെ ഒരു തോട്ട്സേ ഇല്ല. ഓക്കെ, സേഫ് ആക്കണം കേട്ടോ, നീ നിന്റെ കാര്യങ്ങൾ നോക്കണം, നീ നിന്റെ അത് ചെയ്യണം എന്നുള്ളത് അമ്മയ്ക്കുണ്ട്. പക്ഷെ അങ്ങനെ ഒരാളെ പ്രഷർ ചെയ്യുക, ഞാനിപ്പോ ഒരു വർക്കിന് വീട്ടിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ 10 പ്രാവശ്യം വിളിക്കുക, അങ്ങനത്തെ ഒരു പരിപാടി ഇല്ല. പറയുമ്പോ തന്നെ അപ്പൊ അതിനൊറ്റൊരു പാർട്ട്ണർ തന്നെ വേണം. അതാണ് പ്രശ്നം. അതായത് ഈ മൊത്തം സെറ്റപ്പിലേക്ക് വരുന്ന ഒരാള് വേണം. അങ്ങനെ ഒരാള് വന്നില്ലെങ്കിൽ ഇത് മൊത്തം കലങ്ങും, മനസ്സിലായോ? അപ്പൊ എനിക്ക് അത് താല്പര്യമില്ല. അപ്പൊ എനിക്ക് അയാളെ പിടിച്ച് പുറത്തിടാനേ തോന്നുള്ളൂ. കാരണം മറ്റത് നന്നായിട്ട് പോകുന്ന ഒരു സെറ്റപ്പ് ആണല്ലോ. അപ്പൊ എനിക്ക് അങ്ങനെ ഒരാളെ കിട്ടിയിട്ടില്ല. കിട്ടുമായിരിക്കും അല്ലേ? കിട്ടുമായിരിക്കും, ഉറപ്പായിട്ടും. അങ്ങനെയുള്ള ആൾക്കാരുണ്ട്, എന്റെ പപ്പനെ പോലെയൊക്കെയുള്ള എത്ര ആൾക്കാരുണ്ടോ. പക്ഷെ നമ്മൾ ഇതുവരെ കണ്ടെത്തിയില്ല. ഇനി ഇന്റർവ്യൂ കാണുന്നവര് നോക്കുക, നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് ചെയ്താൽ മതി അല്ലേ? കൊറേ ഇൻസ്റ്റാഗ്രാമിലൊക്കെ പ്രപ്പോസൽസ് ഒക്കെ വരുമായിരിക്കുമല്ലോ. അങ്ങനെ ചോദിച്ചാൽ ആൾക്കാർ ഇങ്ങനെ സംസാരിക്കും. പക്ഷെ ഞാൻ പറഞ്ഞ അവരുടെ പ്രിൻസിപ്പൽസും എന്റെ പ്രിൻസിപ്പളുമായിട്ട് ഒക്കാതെ ആയപ്പോൾ അതെ എന്തായിരിക്കും ഇപ്പൊ ഒരു കല്യാണം കൊണ്ട് ആളുകള് മുന്നിൽ കാണുന്നത് എന്ന് എനിക്കറിയില്ല. ബിക്കോസ് മോർ ഓവർ ശരിക്കും അങ്ങനെ ഒരു എന്താ പറയാ, ഒരു കല്യാണം എന്ന് പറയുന്ന കോൺസെപ്റ്റില്
വിശ്വസിക്കുന്നുണ്ടോ, ഇഷ്ടമാണോ, എന്താ മറീനയുടെ അതാ തോന്നൽ? ഞാൻ പറഞ്ഞത്. ഞാനില്ലേ എനിക്ക് മുമ്പുണ്ടായിരുന്ന റിലേഷൻഷിപ്പിലാണെങ്കിൽ പോലും ഞാൻ ഒരു പാർട്ട്നേഴ്സിനോട് ഓക്കെ മേ ബി സ്കൂൾ ടൈം കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു 8-9 വർഷത്തിനുള്ള ഒരു പാർട്ട്ണറിന്റെ കൂടെ ഞാൻ വഴക്കുകൾ അധികം ഇട്ടിട്ടില്ല. മേ ബി ഒരു 1-2-3 തവണ അങ്ങനെ. നമ്മൾ ഈ നാട്ടിൽ കച്ചറ വഴക്കിട്ടല്ല നിങ്ങൾ പിരിയുന്നത്. അല്ല, അപ്പൊ എങ്ങനെയാ? മിണ്ടണ്ട് പോകും ഓക്കെ ബൈ കുറച്ചു ബ്രോ നടപടിയാവും തോന്നില്ല എന്നാ ഞാൻ അങ്ങോട്ട് അല്ല സുഖം. ആ സാധനം, ആ സാധനം. അപ്പൊ അവർക്കത് മനസ്സിലാവോ? അവർക്കത് അവരെന്താ പ്രശ്നം അറിയോ? അവരങ്ങനെ അന്ന് ഒരു 2-3 കൊല്ലം അഭിനയിക്കും എന്റെ അടുത്ത്. അങ്ങനെയാണ്. മൂന്നാമത്തെ കൊല്ലം ക്യാരക്ടർ പിടിക്കാൻ പറ്റൂല. മൂന്നാമത്തെ കൊല്ലം ആകുമ്പോഴത്തേക്ക് കയ്യിൽ നിന്ന് പോകും. ഏത് ഓവർ സമാധാനമായിട്ട് ഇത്ര സമാധാനം പറ്റാത്ത ആൾക്കാരുണ്ടാവും. അപ്പൊ ഞാൻ താങ്കളോട് നമ്മളൊരു പ്രശ്നം ഉണ്ടായി. അപ്പൊ താൻ എന്റെ അടുത്ത് വന്നിട്ട് എന്താ പറയുക അങ്ങനെയാണെന്ന് ചൂടാവുക. അപ്പൊ ഞാൻ അല്ലടാ അതിനിപ്പോ എന്താ കുഴപ്പം, നമുക്കിത് ഇങ്ങനെ ചെയ്താൽ മതി പറയുമ്പോ ഈ സാധനം ഇങ്ങോട്ട് അപ്പൊ ചൂടാവൂല. അപ്പൊ ആരെങ്കിലും അങ്ങനെ വന്നാലും ഞാൻ ഇങ്ങനെ റെസ്പോണ്ട് ചെയ്യുമ്പോ ആൾക്കാർക്ക് ചൂടാവാൻ പറ്റുന്നില്ല. അപ്പൊ ജീവിതത്തിൽ ആരോട് ദേഷ്യം പിടിക്കാത്ത ക്യാരക്ടറാ? ആരോട് ഇതുവരെ ഇല്ല. എന്റെ മോനെ. അപ്പൊ ഒരാള് വന്ന് ചീത്ത പറഞ്ഞ എന്താ? പക്ഷെ ഞാൻ ഇങ്ങനെ പറയും ലൈക്ക് ക്ഷമ എനിക്ക് ഭയങ്കര കൂടുതലാണ്, ബുദ്ധിമുട്ടാവും എന്ന് പറയും. പക്ഷെ എന്റെ ഹസ്ബൻഡ് കാത്തിരിക്കുക മാരിഡ് മെൻ നോട്ട് അലൗഡ്. എന്നോട് ചോദിക്കുന്ന ഒരു കാര്യം, ഇത്തിരി സമാധാനം തരുമോന്ന് എപ്പോഴും എന്നോട് ചോദിക്കാറ്. അത് പ്രാക്ടീസ് ചെയ്താൽ മതി. സമാധാനം പ്രാക്ടീസ് ചെയ്യാവുന്നതേ ഉള്ളൂ. നല്ല കാര്യം. എന്തിനാ ഇത്ര ബഹളം ഉണ്ടാക്കിയിട്ട് ഭയങ്കര നമുക്ക് തന്നെ മെന്റലി ബുദ്ധിമുട്ടാവും. നമ്മളിപ്പോ സമാധാനം എന്താ ഇരുന്ന് സംസാരിക്കാ പറയും. എന്റെ അടുത്ത് അപ്പൊ ആ സമയത്ത് ഞങ്ങൾ എന്റെ സമാധാനോടി സംസാരിക്കാന്ന് പറഞ്ഞിട്ട് ഇരുന്ന് കാര്യങ്ങൾ സംസാരിച്ചാൽ മതി. അപ്പൊ നമുക്ക് പരിചയമില്ലാത്ത ഒരാളാകുമ്പോ നമ്മള് ചർച്ചകള് ഇപ്പൊ ഒരു പ്രശ്നം ഉണ്ടായാലും നമുക്ക് നമ്മളുടെ ആ സൈഡ് കാണിക്കേണ്ടെന്നുണ്ടാവൂലേ. അപ്പൊ നമ്മൾ നല്ലപോലെ അല്ലേ പെരുമാറുള്ളൂ. ശരിക്കും നമുക്ക് ഏറ്റവും അടുപ്പുള്ള ആളുകളോടാണ് നല്ല രീതിയിൽ പെരുമാറേണ്ടതെന്ന് പറയും. സത്യം. നമുക്ക് പരിചയമില്ലാത്ത ആൾക്കാർ നേരെ ഓപ്പോസിറ്റ് അങ്ങനെ ചെയ്യരുത്. ആക്ച്വലി അങ്ങനെ ആ പ്രാക്ടീസ് തിരിച്ച് പൈസ നീ തിരിച്ച് എന്റെ ഫാമിലിയുടെ അടുത്തൊക്കെ നല്ല കൊച്ചാട്ടോ എന്റെ വീട്ടിലുള്ള അതിന്റെ സ്വഭാവം അറിയാന്നില്ലേ. ശരിക്കും വീട്ടിലുള്ളവരോട് നല്ലോണം സംസാരിക്കേണ്ടത്. അപ്പൊ വീട്ടിലുള്ളവരുടെ അടുത്ത് നല്ലോണം സംസാരിച്ച് പുറത്ത് മോശമാണെങ്കിലും കുഴപ്പമില്ല. ബിക്കോസ് അവര് ബോധർ ചെയ്യാനേ പോലും നമ്മളെ ലൈഫ്. എനിക്ക് എപ്പോഴും തോന്നിയിട്ടുണ്ട്. ഇപ്പൊ മറീന തന്നെ പറഞ്ഞു ഈ പല മീഡിയ ആകുമ്പോ കോൺട്രവേഴ്സീസ് സ്വാഭാവികമാണ്. ഇപ്പൊ വന്നപ്പോഴും നിങ്ങൾ എഫക്ട് ചെയ്തില്ല. അപ്പൊ ഇല്ല മറീനക്ക് ഇപ്പൊ കുറച്ച് കോൺട്രവേഴ്സീസ് ഒക്കെ എന്തൊക്കെയോ വന്നപ്പോഴും ആൾക്കാരൊന്നും പ്രശ്നമില്ല. അതൊക്കെ എങ്ങനെയാ ഇപ്പൊ എടുക്കുന്നത്? നമ്മളൊരു വിഷയം എന്ത് വിഷയം ഇപ്പൊ ഇവിടെ പറഞ്ഞു, അത് കഴിഞ്ഞ കാര്യമാണല്ലോ. അതിനെപ്പറ്റി സംസാരിക്കുമ്പോഴും എനിക്കറിയാം അത് അങ്ങനെയാണെന്നുള്ളത്. ബിക്കോസ് ചില ആൾക്കാർ കുറച്ച് സെൻസിറ്റീവ് ആണ്. പക്ഷെ നമ്മളുടെ വളരെ അടുത്ത അല്ലെങ്കിൽ ഇപ്പൊ അച്ഛൻ, അമ്മ, ഹസ്ബൻഡ് എന്ന് പറയുന്ന അല്ലെങ്കിൽ വളരെ അടുത്ത സുഹൃത്ത് എന്ന് പറയുന്ന ഒരാൾ പറയുമ്പോൾ മാത്രം കാര്യങ്ങൾ എഫക്റ്റഡ് ആയാൽ മതി. ബാക്കിയുള്ളവർ പറയുന്നത് എടുക്കുക വേണ്ട. എന്തിനാ എടുക്കുന്നത്? അതിൽ എന്താ ബെനിഫിറ്റ് ഉള്ളത് നമുക്ക്? ആരോഗ്യം കളയാം. ഇപ്പൊ അത് എന്നെ ബാധിക്കാതെയായി. പക്ഷെ ലൈഫിൽ ഫസ്റ്റ് ആയിട്ട് അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നപ്പം സത്യമായിട്ടും എനിക്ക് അത് എങ്ങനെയൊക്കെ എടുക്കണം എന്നറിയില്ല. എന്താണ് അവിടെ ഉള്ളതെന്ന് എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നില്ല. ഇപ്പം ഞാൻ നാട്ടിൽ പോകുമ്പോ എല്ലാരും ജനറലി സ്നേഹം കൊണ്ടും ചോദിക്കുന്ന ആൾക്കാരുണ്ട്, ബോധം ഇല്ലാതെയും ചോദിക്കുന്ന ആൾക്കാരുണ്ട്. ഇപ്പൊ പടമൊന്നും ഇല്ലേന്ന് ചോദിക്കും റൈറ്റ് അവേ. അപ്പൊ ഞാൻ എപ്പോഴും ആലോചിക്കും, ഞാൻ അയാളോട് പോയിട്ട് നിങ്ങൾക്ക് ഒരു പരിപാടി ഇല്ലേന്ന് ചോദിച്ചാൽ എന്തൊരു ഒഫൻഡഡ് ആവും അല്ലേ? സത്യം. അപ്പൊ ഞാൻ ആദ്യം ചിരിക്കും. ഞാൻ ചിരിച്ചിട്ട് പറയും അങ്ങനെയൊക്കെ ചോദിക്കാൻ പറ്റുമോ? നിങ്ങളിപ്പോ ചോദിച്ച കാര്യം ഞാൻ അങ്ങോട്ട് ചോദിച്ചാൽ എനിക്ക് എന്ത് ബുദ്ധിമുട്ടായിരിക്കും. അയ്യോ അങ്ങനെയല്ല കേട്ടോ സോറി എന്ന് പറയും. അപ്പൊ ഞാൻ പടം ഉണ്ട്, പക്ഷെ അതങ്ങനെ വരുമ്പോ ആവട്ടെ എന്നുള്ള രീതിയിൽ സമാധാനത്തില് പറയാ. നല്ലൊരു ടെക്നിക്ക്. കാരണം നമുക്ക് പറയേണ്ടത് പറയുകയും ചെയ്യാം. അതേ സ്ഥാനത്തൊന്ന് റൂട്ട് മാറ്റിയില്ലെങ്കിലോ ഇങ്ങനെയൊക്കെ ചോദിക്കാൻ ചിരിച്ച് നമുക്ക് നല്ല കൊടുക്കാൻ പറ്റും. അതിനെ കൊടുത്തോണ്ടിരിക്കുക, ചിരിച്ചു കൊടുക്കാൻ പറ്റും. അതൊരു പ്രാക്ടീസ് ആണ്. അത് എനിക്കൊന്നും അത് ആവശ്യമുണ്ട്. ഇനി ഞാൻ അങ്ങനെ ചെയ്യും. നന്നായിട്ട് ചിരിച്ച് നല്ല സമാധാനത്തിൽ തിരിച്ചു കൊടുത്തു നോക്കും. ഭയങ്കര സുഖം. കിട്ടേണ്ടത് കിട്ടും ചെയ്യും. പിന്നെ അവര് ചോദിക്കില്ല. അതെ അല്ലേ? എന്തെല്ലാം പഠിക്കാൻ കിടക്കുന്നതൊക്കെ ഇങ്ങനെ. ഇനി നമ്മൾ കണക്റ്റഡ് ആയതുകൊണ്ട് ഇന്ന് മുതൽ ക്ലാസ്സുകൾ തുടങ്ങാൻ പോവുകയാണ് ഗൈസ്. ഓക്കെ. അപ്പൊ എന്താ പറയാ, ഞാൻ പറഞ്ഞ എനിക്ക് ഭയങ്കര അധികം സന്തോഷമുണ്ട്. നാട്ടിലിരിക്കുമ്പോ ഞങ്ങൾ ഇങ്ങനെ കണ്ടിട്ടില്ല, സംസാരിച്ചിട്ടില്ല, ഒന്നുമില്ല. പക്ഷെ അങ്ങനെ ഒരാളെ ഇന്ന് എന്റെ കൂടെ എത്തി എനിക്ക് സംസാരിക്കാൻ പറ്റിയത് ഭയങ്കര ഭയങ്കര സന്തോഷമുണ്ട്. ഇനിയും അതും നമ്മുടെ നാട്ടിലും അല്ല വീട്ടിലും അല്ല, ദുബായിൽ വെച്ചിട്ടാണ് ഞങ്ങൾ കണ്ടത്. കാരണം ഇപ്പുറം അപ്പുറം ഞങ്ങളത് ഒരു ബൈപ്പാസിന്റെ ഒരു പാർട്ടീഷൻ ഉണ്ട്. ഇത് മനാലി, ഇത് തിരുവണ്ണൂർ, അത്ര വ്യത്യാസമേ ഉള്ളൂ. ആ ആളെ ഞാൻ അവിടെ നിന്നും കാണാതെ ഇന്ത്യയും വിട്ട്, കോഴിക്കോട് വിട്ട്, കേരളം വിട്ട്, ഇന്ത്യയും വിട്ട് ദുബായിൽ വന്ന് കണ്ടു. എന്തായാലും കാലത്തിന്റെ ഒരു വികൃതികള്.
ഓക്കെ. അപ്പൊ ഞാൻ പറയുന്നത് വെച്ചാൽ ഇപ്പൊ ദുബായ് ആണ്, നമ്മൾ നിങ്ങളുടെ ചാനൽ ഇവിടെ ഇപ്പൊ സ്റ്റാർട്ട് ചെയ്ത് വന്നിട്ടേ ഉള്ളൂ. നിങ്ങളുടെ ചാനലിന്റെ പേര് അറിയാമെന്ന് വിചാരിക്കുന്നു, പറയൂ. ഗാലറി വിഷൻ. ഗാലറി വിഷൻ മീഡിയ. ഇപ്പൊ നമ്മുടെ ഒരു സ്റ്റുഡിയോയിലേക്ക് വന്നപ്പം, നമ്മുടെ ഒരു സ്റ്റുഡിയോ കണ്ടപ്പം എന്താ നല്ല സ്റ്റുഡിയോ, പുതിയ സ്റ്റുഡിയോ അല്ലേ ഇത്? വളരെ നന്നായിണ്ട്. അതെ, ഞാൻ പറഞ്ഞല്ലോ, ഞാനും അത്രക്ക് പ്രതീക്ഷിച്ചല്ല ഇവിടേക്ക് വന്നത്. ഇവിടെ വന്നപ്പോഴാണ് ഈ സെറ്റപ്പ് കണ്ടത്. അപ്പൊ ഞാൻ എല്ലാവരോടും ഇത് ചോദിക്കും ഉറപ്പായിട്ടും. നല്ല സ്റ്റുഡിയോ ആണ്, വെരി നൈസ്. നല്ല സ്പേസ് ആണ്, നല്ല ആളുകളാണ്, പിന്നെ നന്നാവട്ടല്ലേ. ഞാനെന്തോ പള്ളിന്ന് അമ്പലത്തിൽ നിന്നൊക്കെ ആൾക്കാരെ പോലെ. ഞങ്ങൾ പറയാം ഇവിടെ. അല്ല, വെരി നൈസ്, നല്ല പോസിറ്റീവ് ആണ്, നല്ല എനർജിയാണ്. ഓക്കെ, അപ്പൊ ഞങ്ങളായിട്ട് ഇനിയും അവസരങ്ങൾ വരട്ടെ. ദുബായിലൊക്കെ വരുമ്പോ ഞങ്ങളെ ചാനലിൽ ഇവിടെ വന്നിട്ട് പോണം, വെറുതെ വരണം. പിന്നെ ഇവിടെ ചായ ഒക്കെ വാങ്ങി തരും. ഉറപ്പായിട്ട്. ആ ചായ നല്ല ചായ ആയിരുന്നു. അതെ, അത് ഞങ്ങൾ ഉണ്ടാക്കുന്ന ഇവിടെ. അപ്പം എന്താ പറയാ, എല്ലാവിധ ആശംസകളും. താങ്ക് യു സോ മച്ച്. താങ്ക് യു.